പിന്നെ നമ്മുടെ ഭയം ബേസിക്കലി ഒരു ഓൺടർപ്രണർ എന്നുള്ള ലെവലിൽ രംഗു ചോദിച്ചതുപോലെ ഏറ്റവും ഒരു ഓൺടർപ്രണേഴ്സിനെ പുറകോട്ട് വലിക്കുന്ന അവരുടെ ഭയമാണ് അല്ലേ. ഏകദേശം 500ഓളം ഡീലേഴ്സ് നമുക്കുണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് തിരുവനന്തപുരത്ത് വെച്ചൊരു മേജർ ആക്സിഡൻറ്റ് ഉണ്ടായത്. വെളുപ്പിനെ മീൻ വിൽക്കാൻ പോകുന്ന ചേച്ചിമാർ അവരാണ് കണ്ട് പോലീസിനെ അറിയിച്ചു, അങ്ങനെയൊക്കെ വന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തി. അപ്പോൾ അന്ന് നമ്മൾ പഠിച്ചൊരു പാഠമാണ്, നല്ലൊരു ടീമും നല്ലൊരു സിസ്റ്റവും ഒരു പ്രോസസ്സും ഇല്ലാതെ ബിസിനസ്സിൽ ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. എന്നിട്ട് ആദ്യത്തെ ഷോപ്പ് എവിടെ തുടങ്ങിയെന്ന്? കോട്ടയത്തായിരുന്നു. എത്ര സ്ക്വയർ ഫീറ്റില്? 500 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു. കേരളം ഒട്ടാകെ ഉണ്ട്. എത്ര ഷോറൂമുകളായി? ഇപ്പം 42. 25 വർഷങ്ങൾ 42 ഷോറൂമുകൾ. ബേസിക് സ്കിൽ സെറ്റ് ഇല്ല, അപ്ഡേറ്റ് ചെയ്യാൻ തയ്യാറുമല്ലെങ്കിൽ അത്തരം ആളുകളെ ആയിരിക്കും ഇത് ബാധിക്കുന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെയുള്ള മാർക്കറ്റിൻ്റെ എത്ര ഷെയർ നമുക്ക് എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് പ്രധാനം. മാർക്കറ്റ് അത്ര വലുതാണ്. 800 കോടിയുടെ സ്മാർട്ട് ഫോൺ ഒരു മാസം മലയാളി വാങ്ങുന്നുണ്ട്. 800 കോടി രൂപയുടെ സ്മാർട്ട് ഫോൺ. എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ടിൽ മാത്രമല്ലല്ലോ നമ്മളുടെ അടുത്ത് കസ്റ്റമേഴ്സ് വരുന്നത്. അപ്പോൾ ആ 5ാമത്തെ എസ് നമ്മൾ പിടിക്കാനായിട്ട് തയ്യാറായില്ലെങ്കിൽ ആ സ്റ്റോറിൽ മാത്രമായിട്ട് നമ്മൾ പോകും. അപ്പോൾ ഒരു വലിയൊരു സ്റ്റോർ അപ്പുറത്ത് വരുമ്പോൾ ഒരു പക്ഷേ നമുക്ക് വീണ്ടും സ്ട്രഗിളിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. നമസ്കാരം, ഞാൻ അന്ന സൂസൻ. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ഒപ്പം ഈ സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ കഥ പറയാനിരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്, ഷിജോ ചേട്ടൻ. എൻ്റെയും രഘുവിൻ്റെയും കഥ കേൾക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ സ്ഥാനമുള്ള വ്യക്തിയാണെന്നറിയാം. ഓക്സിജൻ ഗ്രൂപ്പിൻ്റെ സാരഥിയാണ്. ഒരു എംപ്ലോയിയിൽ നിന്ന് 2000 എംപ്ലോയീസിലേക്കും 40,000 രൂപ മുതൽ മുടക്കിൽ നിന്ന് കോടികളുടെ വിറ്റുവരവിലേക്കും കോട്ടയത്ത് നിന്ന് കേരളം ഒട്ടാകെ വളർന്ന ഓക്സിജൻ ഗ്രൂപ്പിന്റെ സാരഥി ഷിജോ ചേട്ടാ, ഹാർദവമായി സ്വാഗതം. എല്ലാവരും പറയുന്നത് ഷിജോ ചേട്ടൻ രാഷ്ട്രീയക്കാരനാണെന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് പലപ്പോഴും. എനിക്കറിയാം, ചെറുപ്പകാലം തൊട്ടേ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. രാഷ്ട്രീയത്തിൽ നിന്ന് പതുക്കെ കയറി കച്ചവടക്കാരനൊരു ചരിത്രമുണ്ട്. അതെങ്ങനെയാണ് കച്ചവടത്തെ സ്വാധീനിച്ചത്? എങ്ങനെയാണ്? വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജ് യൂണിയൻ ഭാരവാഹിയായിരുന്നു. അങ്ങനെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിരുന്നു. എവിടെയായിരുന്നു? കളമശ്ശേരിയിലായിരുന്നു. കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക്കിലായിരുന്നു. അപ്പം അത് ഒത്തിരി എക്സ്പീരിയൻസ് നമുക്ക് അവിടുന്ന് കിട്ടി. അത് ഭയങ്കര നമ്മൾ ചെറിഷ് ചെയ്യുന്ന ഓർമ്മകളാണ്. ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുള്ള സമയത്ത് നമുക്ക് ആളുകളെല്ലാം ഒന്നായിട്ട് കാണാനും ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കപ്പാസിറ്റി. ഞാൻ വളരെ ഷൈ ആയിട്ടുള്ള ഒരാളായിരുന്നു കോളേജിലൊക്കെ എത്തുമ്പം. അപ്പോൾ കുട്ടികളുമായിട്ട് ഇടപഴകാനും അവരുമായിട്ട് സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതിലിടപഴകാനും ഒക്കെ നമുക്കൊരു അവസരമാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കിട്ടിയത്. പിന്നെ നമ്മുടെ ഭയം ബേസിക്കലി ഒരു ഓൺടർപ്രണർ എന്നുള്ള ലെവലിൽ രംഗു ചോദിച്ചതുപോലെ ഏറ്റവും ഒരു ഓൺടർപ്രണേഴ്സിനെ പുറകോട്ട് വലിക്കുന്ന അവരുടെ ഭയമാണ് അല്ലേ. അത് ശരിയാവുമോ, ഇത് ശരിയാവുമോ, അല്ലെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ. ഈ ഭയം, നിർഭയത്വം എന്ന് പറയുന്ന ഒരു സവിശേഷമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് ഒരു പരിധിവരെ കിട്ടിയത് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ. പല പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് നമ്മൾ പോകുന്ന സമയങ്ങളിലാണ് നമുക്ക് ഒരു നിർഭയത്വം എന്ന് പറയുന്നത്. അതെ, നമുക്കൊരു ധൈര്യം നമുക്ക് കിട്ടുകയാണ്. നമുക്ക് മുന്നിട്ടിറങ്ങാനുള്ള ധൈര്യം. വളരെ പ്രൊആക്റ്റീവായിട്ട്, റിയാക്റ്റീവായിട്ടല്ല, വളരെ പ്രൊആക്റ്റീവായിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്ന് ആളുകളെ ഡിസ്കസ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ധൈര്യം നമുക്ക് കിട്ടിയതൊരു അതിൻ്റെ ഒരു അടിത്തറ വാസ്തവത്തിൽ അതാണ്. കാരണം മറ്റ് ബിസിനസ് പാരമ്പര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു ഫൗണ്ടേഷനായിരുന്നു. അതിൻ്റെ എക്സ്പീരിയൻസ് എല്ലാം ഒരു ഫൗണ്ടേഷനായിരുന്നു. ഇപ്പം മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഓക്സോൺ എന്ന ബ്രാൻഡിൽ നിന്നാണ് ഓക്സിജൻ O3യിൽ നിന്നാണ് O2യിലേക്ക് എത്തുന്നതെന്ന്. O3 തുടങ്ങാൻ കുറേ റീസൺസ് ഉണ്ട്. ഓക്സോൺ തുടങ്ങാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. O2 തുടങ്ങാനും ഒരുപാട് റീസൺസ് ഉണ്ട്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടം ഏതായിരുന്നു? വാസ്തവത്തിൽ 99ലാണ് ഓസോൺ തുടങ്ങുന്നത്. അതിനുശേഷം ഓസോൺ ഡിസ്ട്രിബ്യൂഷനായിരുന്നു. നമ്മൾ ആദ്യം കമ്പ്യൂട്ടർ അസംബ്ലിംഗ് യൂണിറ്റായിട്ട് തുടങ്ങി. പിന്നെ കമ്പ്യൂട്ടർ സ്പെയർ പാർട്സിൻ്റെ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷൻ, ഡീലേഴ്സിന് സപ്ലൈ ചെയ്യുന്ന ബിസിനസ്സിലേക്ക് ഞങ്ങൾ കൂടുതൽ സ്ട്രോങ് ആയിട്ട് വന്നു. അങ്ങനെ അതിൻ്റെ ഒരു നല്ല സമയം എത്തിയ സമയത്ത് ഏകദേശം 500ഓളം ഡീലേഴ്സ് നമുക്കുണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് തിരുവനന്തപുരത്ത് വെച്ചൊരു മേജർ ആക്സിഡൻറ്റ് ഉണ്ടായത്. അത് കാർ ആക്സിഡൻ്റ് ആയിരുന്നു. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആൾ ഉറങ്ങിപ്പോയതാണ്. വെളുപ്പിനെ ഞങ്ങൾ ട്രാവൽ ചെയ്ത് വരുന്ന സമയത്ത് ഒരു മേജർ ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പം ഒരു 6 മാസത്തോളം ബെഡിൽ തന്നെ നമുക്ക് കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ആക്സിഡൻറ്റിൻ്റെ ആ സമയത്തൊരു പക്ഷേ കണ്ടവർ അങ്ങനെ പറഞ്ഞിരുന്നു. പിന്നീട് അന്ന് രക്ഷപ്പെടുത്തിയത്, അന്ന് വെളുപ്പിനെ മീൻ വിൽക്കാൻ പോകുന്ന ചേച്ചിമാർ അവരാണ് കണ്ട് പോലീസിനെ അറിയിച്ചു, അങ്ങനെയൊക്കെ വന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ ആ സമയത്ത് ഈ ഹോൾസെയിൽ ആയിരുന്നതുകൊണ്ട് വലിയൊരു ഔട്ട്സ്റ്റാൻഡിങ് മാർക്കറ്റിലുണ്ടായിരുന്നു. നമ്മൾ ഡിസ്ട്രിബ്യൂഷനാണല്ലോ.
അപ്പം ഞാൻ തന്നെ ബിസിനസ്സിൻ്റെ മുഖ്യമായിട്ടുള്ള റോളും വഹിച്ചിരുന്ന ഒരു കാലഘട്ടം. വൺ മാൻ ഷോ. കൂടെ ഒരു ടീം ഉണ്ടെങ്കിൽ തന്നെയും പ്രധാന റോള് അന്ന് നമുക്കായിരുന്നു. പ്രധാന ആളാണ്. അതെ, പ്രധാന കഥാപാത്രം. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഈ ഔട്ട്സ്റ്റാൻഡിങ് ഇത്രയും കിടക്കുന്നു. സപ്ലയേഴ്സിന് പേയ്മെൻറ്റ്, വലിയ പേയ്മെൻറ്റുകൾ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. ആ സന്ദർഭത്തിൽ ആണ് ഒരു റീറ്റെയിൽ സംരംഭത്തെക്കുറിച്ച് വാസ്തവത്തിൽ അങ്ങനെ കിടക്കുന്ന സമയത്താണ് ഹോസ്പിറ്റൽസിലായിട്ടും പിന്നീട് വീട്ടിൽ വന്ന് നമ്മൾ ബെഡ് റെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നതിനെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ വന്നത്. കാരണം ക്യാഷ് ആൻഡ് ക്യാരി ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഇത്തരത്തിലുള്ള വലിയ ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ളൊരു ബേർഡൻ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ റീറ്റെയിലിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് റീറ്റെയിൽ, ഡിജിറ്റൽ റീറ്റെയിൽ രംഗത്തിലെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് റീറ്റെയിൽ രംഗത്തൊരു ഓർഗനൈസ്ഡ് റീറ്റെയിൽ ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ആ കിടക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ സമയമുണ്ട് നമുക്ക് ചിന്തിക്കാൻ. അങ്ങനെ ചിന്തിച്ചു. അങ്ങനെയാണ് ഓക്സിജനിലേക്ക് നമ്മളൊന്ന് അപ്ലിഫ്റ്റ് അല്ലെങ്കിൽ റീബ്രാൻഡ് ചെയ്ത് ഫേസ് ലിഫ്റ്റ് ചെയ്ത് വന്നത്. കാരണം അതിന് ഈ ഒരു ആക്സിഡന്റ് ഒരു കാരണമാണ്. അങ്ങനെയാണ് ഓക്സിജൻ ഉണ്ടാകുന്നത്. ഓക്സിജൻ അങ്ങനെയാണ്. കിട്ടാനുള്ള കടമൊക്കെ കിട്ടിയായിരുന്നു. അതൊക്കെ കിട്ടി. അതൊക്കെ നമ്മുടെ സഹപ്രവർത്തകർ വളരെ ആത്മാർത്ഥതയുള്ളവരായിരുന്നതുകൊണ്ട് അവരതെല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ ഹാർഡ്. ഞാൻ ഉള്ള സമയത്തിനേക്കാൾ സിൻസിയറായിട്ട് ഹോസ്പിറ്റലൈസ് ആയ സമയത്ത് അവർ ചെയ്തു തന്നതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ആ ഒരു വലിയ പ്രോബ്ലത്തെ അതിൽ നിന്ന് ഓവർകം ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് പറ്റിയത്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പെട്ടുപോകാൻ ആ ഒരു റീസൺ മതി. കാരണം നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു മേജർ ആക്സിഡന്റ്. അപ്പോൾ അന്ന് നമ്മൾ പഠിച്ചൊരു പാഠമാണ് നല്ലൊരു ടീമും നല്ലൊരു സിസ്റ്റവും ഒരു പ്രോസസ്സും ഇല്ലാതെ ബിസിനസ്സിൽ ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നതാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത്തരത്തിലുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാം, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ. പിന്നീട് തിരിച്ചു വന്നിട്ട് ഞാൻ ചെയ്ത ആദ്യം തന്നെ ടീമിനെ എംപവർ ചെയ്യുക, അവർക്ക് പ്രാധാന്യം കൊടുക്കുക, അവർക്ക് വർക്ക് ഡെലിഗേറ്റ് ചെയ്യുക, അവരെ എംപവർ ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ് ചെയ്ത്. അതിനനുസരിച്ചുള്ള അന്നൊക്കെ സോഫ്റ്റ്വെയർസൊക്കെ വളരെ കുറവാണ്. അക്കൗണ്ടിങ്ങിന് മാത്രമൊക്കെ സോഫ്റ്റ്വെയർ വന്നുള്ളൂ. പക്ഷേ അവൈലബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിന് വേണ്ടിയിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചിന്ത പോയത് ഇതുണ്ടായതുകൊണ്ടാണ്. അബോർഡ് ഉണ്ടായതുകൊണ്ടാണ്. അതെ. എന്നിട്ട് ആദ്യത്തെ ഷോപ്പ് എവിടെ തുടങ്ങിയെന്ന്? കോട്ടയത്തായിരുന്നു. കഞ്ഞിക്കുഴിയിൽ. എത്ര സ്ക്വയർ ഫീറ്റില്? 500 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു. ഇന്ന് കേരളം ഒട്ടാകെ ഉണ്ട്. എത്ര ഷോറൂമുകളായി? ഇപ്പം 42. 25 വർഷങ്ങൾ, 42 ഷോറൂമുകൾ, 2000 എംപ്ലോയീസ്. വലിയ വളർച്ചയാണ്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ രംഗു? പിന്നെ അല്ല, സംരംഭത്തിന്റെ തുടക്കം മുതൽ ഞാൻ അസോസിയേറ്റഡ് ആണ്. എനിക്കറിയാം നിങ്ങളുടെ ഓരോ കാലഘട്ടത്തിൽ നിങ്ങൾ ഈ സംരംഭം എന്നുള്ള പ്രസ്ഥാനത്തെ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ്, എത്ര കഷ്ടപ്പെട്ടാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേരും അതിന് വേണ്ടിയിരുന്ന സിൻസിയറായിട്ടുള്ള ഹാർഡ് വർക്ക് ഞാൻ എപ്പോഴും അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് അത്രയും ക്ലോസ് ആയിട്ട് എനിക്കറിയാം. അതിലെനിക്കും തിരിച്ച് സന്തോഷം. സംരംഭം ഇന്ന് ഇത്രയും വളർന്നതിൽ എനിക്ക് സന്തോഷം. ഇപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞപ്പോൾ എല്ലാം എംപ്ലോയീസിനെ, ടീമിനെ കൂടെ നിർത്തുന്ന ഒരു കാര്യം പറഞ്ഞു. അപ്പം ഞങ്ങൾ ആദ്യം ഒരു 2017-18 കാലഘട്ടത്തിലാണ് നമ്മുടെ കടവന്ത്ര ഓക്സിജനിൽ നിന്നൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നത്. അന്ന് അവിടെയുള്ള എംപ്ലോയി ഇന്നും ഓക്സിജനിലുണ്ട്. ഇന്നും എന്തൊരു ആവശ്യം വന്നാലും ആദ്യം വിളിക്കുന്ന നമ്പർ ചിലപ്പോൾ അവനെ ആയിരിക്കും ആദ്യം വിളിക്കുന്നത്. ഞാൻ പേര് പറയുന്നില്ല, 2000 പേരിൽ ഒരാളുടെ പേര് പറഞ്ഞ വിഷമമായാലോ ബാക്കിയുള്ളവർക്ക്. അപ്പോൾ പക്ഷേ ആ ഒരു റിട്ടേൺഷിപ്പ്, എംപ്ലോയി റിട്ടേൺഷിപ്പ് ഭയങ്കര കൂടുതലുള്ളൊരു കമ്പനിയാണ്. ഈ 2000 പേരെ വെച്ചിട്ട് നമുക്കത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു? ഒന്ന്, നമ്മൾ ഈ കൂടെയുള്ള പീപ്പിളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമുക്ക് ബേസിക്കലി ഒരു തോന്നലുണ്ടല്ലോ. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ കെയർ ചെയ്യുന്ന കാര്യത്തിലും അവരെ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്ന കാര്യത്തിലും ഒക്കെ നമ്മളെപ്പോഴും ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ആ കാര്യങ്ങളിലാണ്. അപ്പം സ്വാഭാവികമായിട്ടും അവർക്കൊരു നല്ല വർക്കിംഗ് അറ്റ്മോസ്ഫിയർ കിട്ടിക്കഴിയുമ്പോൾ, അവർക്കൊരു ഫ്യൂച്ചർ അവിടെ കണ്ടു കഴിയുമ്പോൾ അവർക്കൊരു കംഫർട്ട്, ഒരു വീടിൻ്റെ എക്സ്റ്റൻഷനായിട്ടാണ് നമ്മൾ ഓഫീസിനെ പലപ്പോഴും കൊടുക്കാൻ ട്രൈ ചെയ്യുന്നത്. അതെ അതെ. അപ്പം ആ രൂപത്തിൽ വരുമ്പം സ്വാഭാവികമായിട്ടും ആളുകൾ അങ്ങനെ വിട്ടുപോയില്ല. താൽക്കാലികമായ ചെറിയ ഒരു ലാഭത്തിന് വേണ്ടി അങ്ങനെ പോയില്ലെന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസ്. അത് നമ്മൾ എങ്ങനെ അവരെ കെയർ ചെയ്യുന്നു എന്നുള്ളതാണല്ലോ അതിലുള്ള പ്രധാന കാര്യം. ഈ സാധാരണ എല്ലാ കമ്പനിക്കാരും പറയാറുണ്ട് എത്ര കെയർ ചെയ്താലും എന്തെങ്കിലുമൊക്കെ ചെറിയതായിട്ട് സാധനം കിട്ടുമെന്ന്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? അതൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? വളരെ ചുരുക്കമാണ്. കാരണം അതാണ് നമ്മളെപ്പോഴും എംപ്ലോയീസിനെ കുറിച്ചും ഒക്കെ ആളുകൾ പുറത്ത് ബിസിനസ് കമ്മ്യൂണിറ്റിയിലുള്ളൊരു പരസ്പരം സംസാരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ടൂറൊക്കെ പോകുന്ന സമയത്ത് 1-2 എംപ്ലോയീസ് ചെയ്ത തെറ്റുകളായിരിക്കും ആകെ ഉള്ളത്. പക്ഷേ അതിന് മൊത്തത്തിൽ ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ലെന്നുള്ളൊരു ചില ആളുകൾ ഇങ്ങനെ സംസാരിച്ച് കേട്ടിട്ടുണ്ട് ഞാൻ. വാസ്തവത്തിൽ അത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. നമ്മുടെ കൂടെ ഉള്ളതിലെ ബഹുഭൂരിപക്ഷം ആളുകളും അല്ലെങ്കിൽ 99% ആളുകളും വളരെ ലോയലായിട്ട് നമ്മുടെ കൂടെ നിൽക്കുമ്പം 1% ആളുകൾ ചെയ്ത തെറ്റിൻ്റെ പേരിൽ മറ്റൊരു ജഡ്ജ് ചെയ്തെന്നുള്ളതാണ് എൻ്റെ ഒരു സമയം.
ഒരു ക്യൂരിയോസിറ്റി ചോദിക്കട്ടെ, ഇപ്പോഴത്തെ എല്ലാ ഓൺട്രപ്രണേഴ്സും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം എന്നും പറയാറുണ്ട്, നല്ലതെന്നും പറയാറുണ്ട് കേട്ടോ, ജെൻസീനെ മാനേജ് ചെയ്യുന്ന കാര്യം. എങ്ങനെ ഷിയോ ചേട്ടൻ അത് സാധിക്കുന്നു? ഇപ്പോൾ ജെൻസിയിൽപ്പെട്ട ധാരാളം ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്. അത് ഞാൻ കാണുന്നത് അവർക്ക് നമ്മൾ ഓരോ കാലഘട്ടത്തിലും ഓരോ എംപ്ലോയീസിനും ഓരോ കാലഘട്ടത്തിലെ എംപ്ലോയീസിനും വേണ്ടത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. നമ്മുടെ പേരൻസിന് വേണ്ടത് ഒന്നായിരുന്നു അല്ലേ, നമ്മളൊക്കെ ആയപ്പം വേറൊരു കാര്യങ്ങളാണ് നമുക്ക്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവരുടെ ഒരു അറ്റ്മോസ്ഫിയർ, അവർ വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൻ്റെ ക്വാളിറ്റി അവർ നോക്കും, അവരുടെ ജോബ് പ്രൊഫൈലിൻ്റെ ക്വാളിറ്റി നോക്കും, അവർക്ക് അവിടെ റിവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷൻസ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് അവർ വളരെ അതിനകത്ത് കൺസേൺഡ് ആണ്, അവർക്ക് നോളജ് വർദ്ധിപ്പിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അവർ നോക്കും, അവർക്ക് ഭാവിയിൽ ഒരു കരിയർ എന്നുള്ള നിലയ്ക്ക് അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഗ്രോത്ത് ഈ കമ്പനിയിലുണ്ടോ എന്നുള്ളത് നോക്കും. ഇതെല്ലാം നമുക്ക് കൊടുക്കാൻ സാധിക്കുമ്പോൾ മാത്രമാണ് കുട്ടികൾ പലപ്പോഴും ജെൻസി ആളുകൾ നിൽക്കുന്നുള്ളത്. അപ്പാർട്ട് ഫ്രം നമ്മൾ സാലറി അല്ലെങ്കിൽ എന്താ പറയുന്ന ആ ഒരു എമൗണ്ടിൽ മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ള മറ്റു പല ആസ്പെക്ട്സും കൂടെ നോക്കിയിട്ടാണ്. പിന്നെ വളരെ ടാലൻറ്റഡ് ആണ്, ഭയങ്കര ടാലൻ്റാണ്. നമ്മൾ അവരുടെ ഒരു സ്പീഡും ആക്യുറസി ലെവലൊക്കെ വളരെ ഹൈ ആണ്. ഞങ്ങളത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ജെൻസിയിലുള്ള ആളുകൾ എസ്പെഷ്യലി ഞങ്ങളുടെ മാർക്കറ്റിങ്ങിലും പല ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഉണ്ട്. അപ്പം നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ ദൂരത്താണ്, വളരെ ഫോർസൈറ്റോടുകൂടി ആ ഒരു കാര്യങ്ങളെ കാണുന്നു. ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള അഡാപ്റ്റബിലിറ്റി വളരെ പെട്ടെന്നാണ് അവർ. നമ്മളൊരു പുതിയ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്തു അല്ലെങ്കിൽ പുതിയൊരു ടൂള് കൊണ്ടുവരുന്നു, അപ്പോൾ അതൊക്കെ ആയിട്ട് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും ആദ്യം അഡാപ്റ്റ് ചെയ്യുന്നവരായിരിക്കും. കാരണം നമ്മളുടെ കാലഘട്ടത്തിൽ ഇപ്പം ഷിയോ ചേട്ടൻ സ്റ്റാർട്ട് ചെയ്യുന്ന അസംബിൾ ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ നിന്നാണ്, അവിടെ നിന്നാണ് ലാപ്ടോപ്പിലേക്കും മൊബൈൽ ഫോണിലേക്കും ഹോം അപ്ലയൻസസിലേക്കും വരുന്നത്. ഇവർ ജനിച്ച് വീഴുമ്പോൾ തന്നെ ഇവരുടെ കയ്യിലേക്ക് കിട്ടുകയാണ് ഈ ഗാഡ്ജറ്റ്സ് എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ സാധനം കിട്ടുകയാണ്. ഇപ്പം നമ്മുടെയൊക്കെ പിള്ളേരും ഈ സാധനത്തിൽ നമ്മളെക്കാളും നന്നായിട്ട്, ഇപ്പോൾ ഐഫോൺ ആണെങ്കിലും സാംസങ്ങിൻ്റെ ഫോണുകളാണെങ്കിലും നമ്മളെക്കാളും നന്നായിട്ട് ഉപയോഗിക്കുന്നത് അവരാണ്. ഇവര് വലിയൊരു വെല്ലുവിളി ഇപ്പോൾ ഞങ്ങളെപ്പോഴും പത്രത്തിൽ കാണാറുണ്ട്. ശിവചേട്ടൻ ഒരു ഡിജിറ്റൽ എക്സ്പേർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാമല്ലോ, കാരണം നിങ്ങളുടെ ക്യാപ്ഷൻ തന്നെ എക്സ്പേർട്ട് എന്നാണല്ലോ. ഈ AI വരുന്നു, സൈബർ സെക്യൂരിറ്റി വരുന്നു, കുറേ സാധനങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ജെൻസിയുടെയും ഇനി ബാക്കിലായിട്ട് ഞങ്ങൾ 90 കിഡ്സിൻ്റെ ഒക്കെ പണി നിങ്ങൾ അവരുടെ ഒരു ചെറിയ വർഷമേ ഉള്ളൂ, അപ്പോൾ വ്യത്യാസം. അപ്പോൾ നമ്മൾ 90 എന്ന് പറയാമല്ലോ. അപ്പോൾ പണി പോകുമോ, എങ്ങനെയാണ്? ഇല്ല, ഞാൻ അതിനെ കാണുന്നത് ഇപ്പൊ പറയപ്പെടുന്നത് ഇപ്പോൾ ലോകത്തുള്ള തൊഴിലവസരങ്ങൾ ഒരു 60%-ലും AI ഇൻവോൾവ്മെന്റ് വരുമെന്നാണ്. AI ഒരു 60% ഓഫ് മേഖലകളിൽ, നമ്മുടെ ടോട്ടൽ തൊഴിൽ മേഖലകളിൽ AI ഇൻവോൾവ്മെന്റ് വരുമെന്നാണ് ഒരു വിദഗ്ധരുടെ പഠനം. അങ്ങനെ ഇമ്മീഡിയറ്റ്ലി വരാവുന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം ജേർണലിസ്റ്റ്, അപ്പം നിങ്ങൾ രണ്ടുപേരും ജേർണലിസ്റ്റുകളാണല്ലോ. നമുക്കിപ്പോൾ ഒരു മീഡിയ ഹൗസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ AI ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ മീഡിയ ഹൗസിൽ വരാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ. ചിന്തിച്ചു. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ എപ്പോഴും ഏറ്റവും സ്കിൽ സെറ്റുള്ള ആളുകൾ, ഏറ്റവും ക്രീമായിട്ടുള്ള സ്കിൽ സെറ്റുള്ള ആളുകൾ, അവരാദ്യം തന്നെ അവരുടെ സ്കിൽ, അവർക്ക് ഇപ്പോൾ ഒരു എഴുതുന്ന ഒരാളാണെങ്കിൽ എഴുതാനുള്ള ഒരു ശേഷി, അങ്ങനെ ഒരു സർഗവാസനയുള്ള ഒരാൾ, നല്ല ഒരു കണ്ടന്റ് എഴുതാൻ അറിയാവുന്ന ഒരാളാണ്, സ്കില്ലുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം AI ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്ന് അദ്ദേഹം ചെയ്യുന്നതിൻ്റെ 3-4 ഇരട്ടി ഔട്ട്പുട്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റും, സ്കില്ലുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ. പിന്നെ അതിന് തൊട്ട് താഴെ കപ്പാസിറ്റി ഉള്ള മീഡിയക്കറായിട്ട് ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് AI പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ അയാളുടെ വേഗത കൂട്ടാൻ പറ്റും. ബേസിക്കലി ഇപ്പോൾ ഒരു കണ്ടന്റ് പണ്ട് ഒരു ദിവസം മുഴുവൻ നമ്മൾ റിസർച്ച് ചെയ്തും വായിച്ചും ഉണ്ടാക്കിയിരുന്ന ഒരു കണ്ടന്റ് ഇന്ന് AI വെച്ച് മിനിറ്റുകൾ കൊണ്ടാകും. അത്രയും കൂടുതൽ കണ്ടന്റ് ഔട്ട്പുട്ട് കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഈ തീർത്തും ഒരു എന്താ പറയുക, ബേസിക് സ്കിൽ സെറ്റ് ഇല്ല, AI അപ്ഡേറ്റ് ചെയ്യാൻ തയ്യാറുമല്ലെങ്കിൽ അത്തരം ആളുകളെ ആയിരിക്കും ഇത് ബാധിക്കുന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അവർ AI അപ്ഡേറ്റ് ചെയ്യാനും തയ്യാറല്ല, അവർക്ക് ബേസിക്കലി സ്കിൽ സെറ്റും ഇല്ല. അപ്പോൾ രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ പക്ഷേ അത്തരം ആളുകൾക്ക് മാത്രമായിരിക്കും ചലഞ്ച് വരുന്നത്. ഇത് ഞാനിപ്പം ഒരു മീഡിയ ഹൗസ് എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു. ഇപ്പോൾ ലോയേഴ്സ്, ഇപ്പം ലോയേഴ്സിൻ്റെ ഇപ്പം ലോയിൽ നന്നായിട്ട് ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് നന്നായിട്ട് ഒരു വക്കീലന്മാർ ധാരാളം പേരുണ്ട്. അപ്പം സീനിയർ വക്കീൽ, ജൂനിയർ വക്കീൽമാർക്ക് അല്ലേ കേസ് പഠിക്കാൻ കൊടുക്കും. അപ്പോൾ ഈ കേസ് പഠിക്കുക എന്ന് പറഞ്ഞ പ്രോസസ്സ് AI ചെയ്യുന്നു. കാരണം നിലവിൽ നടന്നിട്ടുള്ള നമ്മുടെ രാജ്യത്ത് നടന്ന വിധികളെല്ലാം, പ്രസ്താവങ്ങളെല്ലാം അനലൈസ് ചെയ്ത് നമ്മുടെ ആ കേസിന്, നമ്മുടെ മുമ്പിൽ വന്ന കേസിൻ്റെ ബേസിക് ആയിട്ടുള്ള നക്ഷല് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കൺക്ലൂഷനിലേക്ക് ബേസിക്കലി AIക്ക് കൊണ്ട് എത്തിക്കാൻ പറ്റിക്കഴിയുമ്പോൾ എന്താണ് AI ഉപയോഗിച്ചത് ചെയ്യുന്ന ലോയേഴ്സിനെയാണ് ഇനി വേണ്ടത്.
ഉപയോഗിക്കാൻ പറ്റുന്ന എന്നാൽ ലീഗലി കാര്യങ്ങൾ അറിയാവുന്ന നോളജ് ഉള്ള ഒരാൾക്ക് ഉറപ്പായിട്ടും ഇതിന്റെ എത്രയോ ഇരട്ടി ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള പോസിറ്റീവായ സെൻസിലാണ് ഞാൻ എയെ കാണുന്നത്. പിന്നെ സമസ്ത മേഖലയിലേക്കും വരും, വരാതരല്ലോ. അപ്പം നമ്മളെല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം തന്നെ എന്തെല്ലാം ഇപ്പം സാധാരണ സ്മാർട്ട് ഫോണിലും ലാപ്ടോപ്പിലും ഒക്കെ തന്നെ എയുടെ ഫീച്ചേഴ്സ് ഒത്തിരി വന്നു. യൂസ് ചെയ്യാൻ പഠിക്കാത്തവരാണ് ഒരുപക്ഷെ മിസ്സാകുന്നത് ഓപ്പർച്യൂണിറ്റി. ചേട്ടാ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ഇത്രയും ഷോപ്പുകളൊക്കെ ഇട്ടിട്ട് ഒരു സാധനം കൊടുക്കുകയാണ്, 41 ഷോപ്പായി. ഈ ഷോപ്പിന് ഒരു ഓപ്പറേഷണൽ കോസ്റ്റൊക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ ആമസോൺ ഉണ്ട്, അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ട് ഉണ്ട്. അവരൊക്കെ AI സാങ്കേതിക വിദ്യ എല്ലാം അവരുടെ കയ്യിലുണ്ട്. വളരെ അപ്ഡേറ്റഡ് ആണ് അവർ, നമ്മളെക്കാളൊക്കെ ചില കാര്യങ്ങളിൽ അപ്ഡേറ്റഡ് ആണ് ടെക്നോളജിയിൽ. അപ്പോൾ അവർ ഇവിടുത്തെ ഒരു കച്ചവടം മുഴുവൻ കൊണ്ടുപോവുകയല്ലേ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കൊക്കെ ഒരു ഫ്യൂച്ചർ പ്രശ്നമല്ലേ? ഇല്ല, കൊമേഴ്സ് വന്നിട്ട് കുറേ വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ. കൊമേഴ്സിൻ്റെ യാഥാർത്ഥ്യമാണ്. കൊമേഴ്സിലൂടെ വാങ്ങാൻ താല്പര്യമുള്ള ഒരു വിഭാഗം ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ, ഒരു വിഭാഗം കസ്റ്റമേഴ്സുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ കാണുന്ന ഒരു വസ്തുത, ഞാൻ പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് ബൈയിങ്ങിനകത്ത് കോവിഡിന് ശേഷം നമ്മൾ കാണുന്നത് ഷോറൂമിലേക്ക് വന്ന് ടച്ച് ആൻഡ് ഫീൽ എക്സ്പീരിയൻസ് ചെയ്ത്, പ്രത്യേകിച്ചും കൂടിയ ഫോണുകൾ, ഒരു 25,000 റുപ്പീസിനൊക്കെ മുകളിലോട്ടുള്ള ഫോണുകളും ലാപ്ടോപ്പുകളും ഒക്കെ വന്ന് കണ്ട് എക്സ്പീരിയൻസ് എടുക്കാനായിട്ട് കൂടുതലും ചെറുപ്പക്കാർ പോലും അതിന് പ്രിഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. പിന്നെ രണ്ട്, നമ്മൾക്ക് പണ്ടത്തേതുപോലെയല്ല, ഇപ്പം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏത് കൊമേഴ്സ് സൈറ്റിൽ ഉള്ള ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അതിൻ്റെ പ്രൈസ് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. ഈ രണ്ട് സാധനത്തിനകത്തും എനിക്കൊരു ഇതുള്ളത്, എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് കോവിഡിന് ശേഷം ഓൺലൈൻ പർച്ചേസിങ് കൂടിയെന്നാണ്. കോവിഡ് സമയത്തായിരുന്നു, പക്ഷെ കോവിഡ് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്ക് വീണ്ടും പുറത്തേക്ക് വരാനും ആളുകൾ കുറച്ചുകൂടി സോഷ്യലൈസ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നു. അതുപോലെ ശുചിത്വം. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞതുപോലെ കൊമേഴ്സ് ഇപ്പം നമ്മളൊക്കെ ആണെങ്കിലും ഇപ്പം അത്രയും ചെയ്യാറില്ല, എന്നാലും പണ്ട് ചെയ്യാറുണ്ടായിരുന്നു. നേരെ കടയിൽ പോകും, പ്രൈസ് നോക്കും, എന്നിട്ട് ആമസോണിലെ വില നോക്കും, എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങും. പക്ഷെ ശുചിത്വം പറയുന്നത് നമുക്ക് അവരെക്കാളും പ്രൈസ് പാരിറ്റി ഉണ്ട്. കൊമേഴ്സിലെ ഒരു പ്രൈസ് എവിടെയെങ്കിലും ലോവർ ആണെന്ന് ഏതെങ്കിലും കസ്റ്റമർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൈസ് മാച്ച് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതോടുകൂടിയാണ് നമ്മൾ ആ ഭീഷണി എന്ന് പറയുന്നത് കുറഞ്ഞു വന്നിരിക്കുന്നത്. പക്ഷേ കൊമേഴ്സിനുള്ള ആ ഒരു സൗകര്യമുണ്ടല്ലോ, അതായത് എനിക്ക് ഇറങ്ങണ്ട, വീട്ടിലിരുന്ന് കിട്ടും എന്നുള്ള ആ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കുന്ന കുറേ ആളുകളുണ്ട്. അത് പ്രൈസിൻ്റെ ആസ്പെക്റ്റിലല്ല ഇപ്പം കൂടുതലും, ഫെസിലിറ്റി എൻജോയ്. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ ഓംനി ചാനലിൽ ബിസിനസ് മോഡലിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ്. ഞങ്ങളൊക്കെ ഓൾറെഡി ഞങ്ങളുടെ കൊമേഴ്സ് പ്ലാറ്റ്ഫോം നമുക്കുണ്ട്. ഈ വർഷം ഞങ്ങൾ ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്ത് ഏറ്റവും കൂടുതൽ ശക്തീകരിക്കാൻ പോകുന്ന നമ്മുടെ ഒരു വേർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ കൊമേഴ്സ് ആണ്. ഞങ്ങൾ പ്ലാറ്റ്ഫോം ടോട്ടലി ഒന്ന് റിവാമ്പ് ചെയ്ത് കുറേ അധികം ഫീച്ചേഴ്സ് ഉള്ള ഒരു നല്ലൊരു കൊമേഴ്സ് സൈറ്റായിട്ട് ഞങ്ങൾ ഈ വർഷം അത് മാറ്റും. ഞങ്ങളുടെ ഒന്നാമത്തെ ഈ വർഷത്തെ ഡിസിഷനാണ്. കാരണം ഒമ്നി ചാനൽ മോഡലിൽ കൊമേഴ്സ് ബൈ ചെയ്യുന്ന ആളുകൾക്ക് നല്ലൊരു കൊമേഴ്സ് എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റണം. നെയിം സേക്ക് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടായിട്ടോ ഒരു കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഉണ്ടായിട്ടോ കാര്യമില്ല. നല്ലൊരു എക്സ്പീരിയൻസ്, വളരെ ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള, വളരെ ഡൈനാമിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അതിൽ കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ വർഷത്തെ ലക്ഷ്യം. അപ്പോൾ ആ രണ്ടും നമുക്ക് ഒരേ സമയം കൊണ്ടുപോകാൻ പറ്റിയാൽ ഇത്തരത്തിലുള്ള ഭീഷണി ഒരു പരിധി വരെ നമുക്ക് മാറ്റാൻ പറ്റും. അല്ലെ, ടെക്നോളജി പരമായിട്ട് മുന്നോട്ട് പോകാണെന്ന് പറഞ്ഞു. 99-ലാണ് ആദ്യത്തെ ഷോപ്പ് തുടങ്ങുന്നത്. അന്ന് മൊബൈലിൽ എന്താണെന്ന് പോലും അറിയാത്ത ഒരാൾക്കാരുടെ ഇടയിലാണ് പല സാധനങ്ങളുമായിട്ട് ഒരു ഷോപ്പൊക്കെ ആയിട്ട് വരുന്നത്. ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മൊബൈലും അതിൻ്റെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒക്കെ അറിയാവുന്ന ഒരു തലമുറയാണ്. എന്ത് മാർക്കറ്റിംഗ് വ്യത്യാസമാണ് ഇവിടെ ചെയ്യുന്നത്? പണ്ട് വെറുതെ ഒരു പരസ്യമിട്ടിട്ട് ചിലപ്പോൾ ഓക്സിജൻ എന്നൊക്കെ കണ്ട ആൾക്കാർ വരുമായിരുന്നു. ഇന്ന് അങ്ങനെയൊന്നുമല്ല. ജെൻസിയൊക്കെയാണ് മേടിക്കുന്നത്, അവർക്കൊക്കെ എല്ലാം അറിയാം. എന്ത് ചെയ്തിട്ടാണ് ആൾക്കാർ മാർക്കറ്റിങ്ങിൽ ശരിക്കും അന്ന് ട്രഡീഷണൽ മീഡിയംസ് മാത്രമേ ഉള്ളായിരുന്നു. ബേസിക്കലി പ്രിൻ്റ് മീഡിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂസ് പേപ്പർ ആയിരുന്നു പ്രധാനമായിട്ടും. ഞങ്ങൾ ആദ്യത്തെ ഷോറൂം തുടങ്ങിയതിന് ഒരു ഫുൾ പേജ് അഡ്വർടൈസ്മെന്റ്, അതെ, ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട മുഖ്യധാര മാധ്യമത്തിൽ ഫുൾ പേജ് പരസ്യം കിട്ടാണ്. അതല്ലാതെ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. ബ്രാൻഡ് ആവണമെങ്കിൽ അത് വേണം. അതെ, പ്രിന്റ് മീഡിയ ആയിരുന്നു. പിന്നീട് മീഡിയംസ് വളരെ പുതിയ പുതിയ മീഡിയംസ് നമ്മൾ ആഡ് ചെയ്യപ്പെട്ടു, അല്ലെ, മാർക്കറ്റിങ്ങിനുള്ള പല മീഡിയംസ് വന്നു. അപ്പം ഇപ്പം ഡിജിറ്റൽ മീഡിയ ആണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആണ് ഏറ്റവും കൂടുതൽ എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെ, ആളുകൾ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മീഡിയയാണ്. കാരണം അത് പക്ഷേ വളരെ രസകരവുമാണ്. സോഷ്യൽ മീഡിയയിലുള്ള പരസ്യ തന്ത്രങ്ങൾ വളരെ അത് അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ അൽഗോരിതം മാറുന്നു, മറ്റൊരു അൽഗോരിതം മാറുന്നതനുസരിച്ച് നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി മാറ്റണം. അതെ, നമ്മൾ ഗൂഗിളിൻ്റെ അൽഗോരിതം മാറും, നമ്മളത് മാറ്റണം. അത് മാത്രമല്ല, അതിനകത്ത് എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് അതിൽ നമുക്ക് നമ്മുടെ ഒരു കണ്ടന്റിന് കൂടുതൽ എങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾക്കത്
ഇഷ്ടപ്പെടുന്നു എന്നൊക്കെയുള്ള വളരെ പ്രധാനമാണുള്ളൂ. പിന്നെ ഇതെല്ലാം നമുക്ക് ബാക്ക് എൻഡിൽ അറിയാൻ പറ്റണം. അതാണ് നമ്മുടെ ഒരു അല്ലേ, നമുക്ക് ഡിജിറ്റൽ മീഡിയയിൽ പോകുമ്പം നമ്മൾ ചെയ്ത ഒരു ക്യാമ്പയിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിനെ നമുക്ക് ചൂസ് ചെയ്യാം, നമുക്ക് എക്സ്പീരിയൻസും ചെയ്യാം. പലപ്പോഴും ട്രഡീഷണൽ മീഡിയത്തിലുള്ള കുഴപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ROI, മാർക്കറ്റിംഗിലെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് മെഷർ ചെയ്യാൻ വളരെ ടഫാണ്. ഇത് എവിടെ പോയെന്ന് അറിയാൻ പറ്റില്ല. അതെ, സോഷ്യൽ മീഡിയയെ നമുക്ക് വ്യക്തമായിട്ട് അറിയാനുള്ള മെക്കാനിസംസ് ഉണ്ട്. അത് പ്രോപ്പർലി ആ ടൂൾസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ഒരു ROI നോക്കി തന്നെ മുന്നോട്ട് പോകാനുണ്ട്. അത് വളരെ രസകരമാണ്. പേഴ്സണൽ ചോദ്യം ചോദിച്ചോട്ടെ? എന്തും ചോദിക്കാം. കാരണം എപ്പോഴും ഈ ജാക്കറ്റ് പരസ്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ആളാണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വലിയ പരസ്യങ്ങൾ എടുക്കുന്ന ഒരാളാണ്. ഡിജിറ്റൽ മീഡിയയിലാണോ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് അതോ പ്രിന്റ് മീഡിയയിലാണോ സ്പെൻഡ്? ഇപ്പോൾ ഈക്വൽ ആയിട്ടാണ് പോകുന്നത്. 50-50 ആണ്. അല്ല, ഡിജിറ്റൽ മീഡിയ പ്രിന്റ് മീഡിയത്തിന് മുകളിൽ ഡിജിറ്റൽ മീഡിയ സ്പെൻഡ് ചെയ്യുന്നതിലേക്ക് വരികയാണ് ഞാൻ. ഈ വർഷം അങ്ങനെയായിരിക്കും. ഡിജിറ്റലാണ് കൂടുതൽ. അല്ല, അതുകൊണ്ടാണ് പ്രിന്റിലും ഉണ്ടാവും. കാരണം ഒരു ഏജ് കാറ്റഗറി TG ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പം പ്രിന്റിലും ഉണ്ടാകും. പക്ഷേ ഡിജിറ്റൽ മീഡിയയിൽ കൂടുതൽ ബഡ്ജറ്റ് ഈ വർഷം ഞങ്ങൾ ഇടാൻ ഉദ്ദേശിച്ചത്. പലപ്പോഴും നമുക്ക് ഡിജിറ്റൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു അറിവ് കുറവ് നമ്മൾ പൊതുവെ നമ്മുടെ ആളുകൾക്ക്, ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കുണ്ട്. വാസ്തവത്തിൽ അതിനുള്ള ഇനിഷ്യേറ്റീവ്സ് നിങ്ങളെപ്പോലുള്ള ആളുകൾ എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം ഡിജിറ്റൽ മീഡിയ എങ്ങനെ ഫലപ്രദമായിട്ട് നമ്മൾക്ക് ബിസിനസ് വളർത്താനായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് ഒരു എഡ്യൂക്കേഷൻ ആവശ്യമാണ് നമ്മുടെ നാട്ടിൽ നിന്ന്, അല്ലേ? അത് ഞങ്ങൾ അല്ല, അതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങൾ പുതിയൊരു കോഴ്സ് കൊടുക്കുകയാണ്. വേറൊന്നുമില്ല, അതായത് ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ 10 പേര് ടീമിന് എടുത്തു. പക്ഷേ ഇതിനെ നോക്കാനായിട്ട് ഇപ്പം കടയിൽ വന്നിട്ട് ഇവൻ സെയിൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ നമുക്കറിയാം. കാരണം നമുക്ക് കച്ചവടം നമുക്കറിയാം, നമുക്ക് വിൽക്കാൻ അറിയാം പ്രൊഡക്റ്റ്. പക്ഷേ മറ്റേ കാര്യത്തെ മെഷർ ചെയ്യാൻ നമുക്കറിയില്ല ഡിജിറ്റലി. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് മുതൽ ഒരു AI ഇൻ്റഗ്രേറ്റഡ് വരെയുള്ള കാര്യങ്ങൾ എങ്ങനെ ഒരു ഓൺട്രപ്രണർ പഠിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു കോഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അത്യാവശ്യമുള്ള പലർക്കും ഡിജിറ്റൽ മീഡിയ റിസൾട്ട് കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണം, ഏത് രീതിയിൽ, ആ ഒരു അറിവിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം എഴുതിയായിരുന്നു, ഒരു ഒറ്റ മുണ്ട് നല്ല ധൈര്യത്തിൽ ഇങ്ങനെ കെട്ടിയിട്ട് കോട്ടയത്തേക്ക് ഇറങ്ങി തിരിച്ചതാണ്. ഇന്ന് നാഗമ്പടത്ത് വലിയ ഓഫീസൊക്കെ ഉണ്ട്, കാണുമ്പോൾ അതിഗംഭീര ഓഫീസാണ്. അതിൻ്റെ ഒരു മുകളിലെ മുറിയിൽ, വലിയൊരു മുറിയിൽ ഇരുന്നിട്ട് നോക്കുമ്പോൾ അങ്ങ് കാഞ്ഞിരപ്പള്ളി വരെ കാണാമെന്നല്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താ തോന്നുക ഇപ്പം? എന്ത് തോന്നും? വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ 25 years ആയല്ലോ, 25 വർഷമായി. അതെ. അപ്പം നമ്മൾ നാട്ടിൽ ബിസിനസ് ചെയ്യുന്നതിനെക്കുറിച്ച് ഇവിടെ ഒത്തിരി ചർച്ചകൾ നടക്കുന്ന ഒരു നാടാണല്ലോ. ഇവിടെ ബിസിനസ്സിന് പറ്റിയ സ്ഥലമാണോ അല്ലയോ, അല്ലേ? സൗഹൃദമാണ് എപ്പോഴും ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം ഞാൻ 25 വർഷം ബിസിനസ് ചെയ്തപ്പോൾ ഈ പറയുന്ന കടുത്ത പ്രശ്നങ്ങളൊന്നും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രശ്നം എന്നാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളെപ്പോഴും നമ്മുടെ സ്വന്തം ബിസിനസ്സിനകത്തേക്ക് നോക്കുകയും മാർക്കറ്റിൻ്റെ പൊട്ടൻഷ്യൽ അറിഞ്ഞ് നമ്മുടെ പ്രോഡക്റ്റിനെ അവിടെ പ്ലേസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കൊരു മാർക്കറ്റ് ഷെയർ കിട്ടും, അല്ലേ? നമ്മളെല്ലാ ബിസിനസ്സിനും ഒരു മാർക്കറ്റുണ്ട്, അതിൻ്റെ ഒരു ഷെയർ എടുക്കുക എന്നുള്ളതാണല്ലോ ഒരു ബിസിനസ്മാൻ ചെയ്യേണ്ടത്. മറ്റ് കാര്യങ്ങളൊക്കെ അതൊക്കെ അങ്ങ് നടന്നു പോകും. അത് ലെഫ്റ്റും റൈറ്റിലും ഒക്കെ പല പ്രശ്നങ്ങൾ കാണുമായിരിക്കും. അതിനെ നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അത് നമ്മളൊന്ന് മനസ്സ് കൊടുത്താൽ. പക്ഷേ ബേസിക്കലി ഫണ്ടമെൻ്റലി എന്താണ്, ഇവിടെയുള്ള മാർക്കറ്റിൻ്റെ എത്ര ഷെയർ നമുക്ക് എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ ഇലക്ട്രോണിക്സ് ഞങ്ങളുടെ രംഗം തന്നെ നോക്കിയാൽ വാസ്തവത്തിൽ ഞങ്ങളൊന്നും ആയിട്ടില്ലെന്ന് നമുക്ക് പലപ്പോഴും തോന്നും. കാരണം മാർക്കറ്റ് അത്ര വലുതാണ്. 800 കോടിയുടെ സ്മാർട്ട് ഫോൺ ഒരു മാസം മലയാളി വാങ്ങുന്നുണ്ട്. 800 കോടി രൂപയുടെ സ്മാർട്ട് ഫോൺ. 800 കോടി രൂപയുടെ അതെ, അത് ഒരു സീസൺ ആയിട്ടുള്ള മന്തിൽ, നോർമൽ മന്തിൽ തന്നെ 700 കോടിയുടെ സ്മാർട്ട് ഫോൺ പോകും. നോർമൽ മന്തിൽ 700 കോടിയുടെ പോകുന്നുണ്ട്. ഒരു എന്തെങ്കിലും ഒരു സീസൺ, ഇപ്പോൾ വെക്കേഷൻ, ഈ മാസം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന 800 കോടിയുടെ സ്മാർട്ട് ഫോൺ ഏപ്രിൽ കേരളത്തിൽ വിറ്റ് പോകുന്നതാണ്. 10,000 കോടിക്ക് അടുത്ത് ഇതിന് മാത്രം കച്ചവടമുണ്ട്, മാർക്കറ്റുണ്ട്. അപ്പം അത്രയും വലിയൊരു മാർക്കറ്റാണ്. അപ്പം അത്രയും പൊട്ടൻഷ്യൽ മാർക്കറ്റാണ്. അത്രയും ബൈങ് ഇവിടെ നടക്കും. നമ്മളവിടെ എവിടെയാണ് നമ്മളെ വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പം നമ്മൾ ഈ മറ്റ് ചെറിയ പ്രശ്നങ്ങളുടെ പുറകെ അധികം പോകാതെ, സമയം കളയാതെ, നമ്മളുടെ പൊട്ടൻഷ്യൽ, നമ്മുടെ മുമ്പിലുള്ള അവസരങ്ങൾ എന്നുള്ളതിനകത്ത് നമ്മളൊന്നും അല്ലെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് പിന്നെ ഓടാൻ തോന്നും, അല്ലേ? ആ ഒരു ഓട്ടം ഞങ്ങൾ ഓടിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും 25 വർഷമായി കഴിഞ്ഞാൽ ഒരിടത്തും എത്തിയെന്ന് തോന്നുന്നില്ല. അല്ല, ആ ഓട്ടം ഇനി അങ്ങോട്ട് കാര്യം എന്താ ഇനി ഫ്യൂച്ചർ പരിപാടി? അല്ല, മാർക്കറ്റ്, ഇന്ത്യയുടെ മാർക്കറ്റ് 3.8 ലക്ഷം കോടി രൂപയാണ് ഒരു വർഷത്തെ ഇലക്ട്രോണിക്സ് വിപണി. 3.8 ലക്ഷം കോടിയാണ് ഇന്ത്യൻ മാർക്കറ്റ്. ഇത്ര വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പം ഞങ്ങളൊക്കെ എന്താണ്, ഒന്നുമല്ല.
അപ്പോൾ അത്രയും വലിയൊരു മാർക്കറ്റ് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പം ഓടിയല്ലേ പറ്റൂ, തീർച്ചയായിട്ടും അറിയാതെ ഓടിപ്പോകും. ഇത് കേൾക്കുമ്പോൾ അടുത്ത ആൾക്കാരൊക്കെ ഇപ്പോൾ പുതിയ ഡിജിറ്റൽ കടകൾ വരും. വരട്ടെ, നല്ല കാര്യമാണ്. ഞാനിപ്പോഴും അത് പ്രോത്സാഹിപ്പിക്കുന്നതാണ്. കാരണം നമ്മൾ ഈ മാർക്കറ്റിനകത്താണല്ലോ, എല്ലാവർക്കും പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ ഇവിടെ, എല്ലാത്തരം ആളുകൾക്ക് സാധ്യത. അതുപോലെ ഈ കേരള മാർക്കറ്റുകളിൽ വൻ ഏറ്റെടുക്കലുകൾ നടക്കുകയാണ്. ഞാൻ പേര് പറയുന്നില്ല, പല ബ്രാൻഡുകളും ഒരു നെഗോസിയേഷൻ പീരീഡിലാണ്. എന്ത് വില കിട്ടും എന്ന് കരുതിയിട്ട് വിൽക്കുക. ആ ഒരു രീതിയിൽ പല വലിയ ബ്രാൻഡ്, ടാറ്റയും റിലയൻസും അടക്കമുള്ള ബ്രാൻഡുകളിലൂടെ പല ബ്രാൻഡുകൾക്കും വില പറയുന്നുണ്ട്. അതൊരു ട്രെൻഡായി ചെയ്യുന്നുണ്ട്. നല്ലൊരു ബ്രാൻഡാക്കി, നല്ലൊരു മോഡലുമാണ്, അതൊരു മോശം പറയാനും പറ്റില്ല. അപ്പോൾ ഷിജോ ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും വിൽക്കാനോ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ടോ? അതിൽ എൻ്റെ ഒരു വെർഷൻ ഇതാണ്. നമ്മൾ ഈ ദേശീയ തലത്തിലുള്ള കുത്തക കമ്പനികൾ എന്ന് ഞങ്ങൾ വിളിക്കുന്ന വൻകിട കമ്പനികൾ, കുത്തക എന്നുള്ള വാക്ക് മാറ്റാം, വൻകിട കമ്പനികൾ, നമ്മളും കുത്തകയാ. ദേശീയ തലത്തിലുള്ള വലിയ കമ്പനികൾ, വളരെ റിച്ച് ആയിട്ടുള്ള വലിയ കമ്പനികൾ, ആ കമ്പനികളിൽ ഇലക്ട്രോണിക്സ് റീറ്റെയിൽ രംഗത്ത് കേരളത്തിലുണ്ട്, ആ കമ്പനികളുണ്ട്. അവർ രണ്ടുപേരും കൂടെ ചേർത്താൽ കേരള മാർക്കറ്റിന് 10% ഉള്ളൂ. അതിൻ്റെ പക്ഷേ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഈ നാഷണൽ റീറ്റെയിൽ ചെയിനുകളാണ് നമ്പർ 1, നമ്പർ 2. എപ്പോഴും അവർ രണ്ടുപേരുമാണ് നമ്പർ 1, നമ്പർ 2 ആയിട്ട് നീങ്ങുന്നത്. പക്ഷെ കേരളത്തിൽ അത് വന്നിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം ഇവിടുത്തെ റീജിയണൽ റീറ്റെയിലേഴ്സ് സ്ട്രോങ്. ഞാൻ ഓക്സിജൻ മാത്രമല്ല, ഓക്സിജൻ പോലെ നമ്മളെപ്പോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ വളരെ എഫക്റ്റീവായിട്ട് കസ്റ്റമർ സർവീസ് കൊടുക്കുന്നു. നാഷണൽ റീറ്റെയിലിന് കൊടുക്കാൻ പറ്റുന്നതിനേക്കാൾ നല്ല കസ്റ്റമർ സർവീസ്, നല്ല മാർക്കറ്റിംഗ്, നല്ല സ്റ്റോർ ഡിസ്പ്ലേ, സ്റ്റോർ ആംബിയൻസ്, ഇതെല്ലാം ബെറ്റർ ആയിട്ട് നമ്മുടെ റീജിയണൽ റീറ്റെയിലേഴ്സ് കേരളത്തിൽ കൊടുക്കുന്നത് കൊണ്ടാണ് നാഷണൽ റീറ്റെയിലിന് ഒരു 10%-നുള്ള മാർക്കറ്റ് ഷെയർ നിൽക്കേണ്ടി വരുന്നത്. ഇല്ലെങ്കിലും മറ്റ് പല സംസ്ഥാനങ്ങളും 50%-ന് മുകളിൽ മാർക്കറ്റ് ഷെയർ നാഷണൽ റീറ്റെയിലുകാരുടെ കയ്യിലാണ്, നാഷണൽ ചെയിനുകളുടെ കയ്യിലാണ്. അപ്പം വളരെ നന്നായിട്ട് ഇവിടെയുള്ള ഞങ്ങളെപ്പോലെ ബിസിനസ് ചെയ്യുന്ന മറ്റ് നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ കേരളത്തിൽ. അതെ അതെ. അപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം വിൽപ്പന അല്ലേ, അപ്പോൾ നമുക്ക് ആക്ച്വലി ഈ ഇലക്ട്രോണിക്സ് റീറ്റെയിലിന് ഒരു കേരള മോഡൽ തന്നെയുണ്ട്. ഞങ്ങളുടെ ബ്രാൻഡുകൾ പറയുന്നത് ഏറ്റവും ഹൈജീനുള്ള, ഏറ്റവും നല്ല ഇലക്ട്രോണിക്സ് റീറ്റെയിൽ നടക്കുന്ന സംസ്ഥാനം കേരളമാണെന്നാണ് ഞങ്ങളുടെ ബ്രാൻഡുകളുടെ നാഷണൽ ലെവലിലുള്ള ആളുകൾ ഇവിടെ വരുമ്പോൾ പലപ്പോഴും അവർ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ പറയും, മാനുഫാക്ചേഴ്സ് പറയും, കാരണം ഇവിടെ അത്രയും നല്ല ക്ലീനാണ് ഞങ്ങളുടെ റീറ്റെയിൽ സെക്ടർ, അത്രയും കസ്റ്റമർ എക്സ്പീരിയൻസ് അത്രയും ബെറ്ററാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പം ജ്വല്ലറികൾ നമുക്കറിയാം, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ജ്വല്ലറിയുടെ കാര്യത്തിൽ മുൻപന്തി നിൽക്കുന്നത് കേരള ബ്രാൻഡാണ്. ലോകത്ത് തന്നെ നമ്മുടെ കേരള ബ്രാൻഡുകൾ പോയി കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഈ ബിസിനസ്സിലൊക്കെ അതിനുള്ള സാധ്യത ഉണ്ടാണ്. നമ്മുടെ ആളുകൾ അതിൻ്റെ ഒരു മോഡൽ നന്നായി പഠിച്ചു, ഇലക്ട്രോണിക്സ് റീറ്റെയിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനീ പറഞ്ഞ 3.8 lakh crore റുപ്പീസിന്റെ മാർക്കറ്റ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പം നമുക്ക് 25 വർഷം കൊണ്ട് ഒന്നും ആയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കതാ തോന്നുന്നു, ഒന്നും ആയിട്ടില്ല. നമ്മുടെ വളരെ ചെറിയൊരു സ്ഥാപനമാണ്. അപ്പോൾ ഒത്തിരി സാധ്യത മുന്നേ കിടക്കുക. ശരി, ഇപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞു ബ്രാൻഡ് വളർത്തുക, ബ്രാൻഡ് ഉണ്ടാക്കുക. ഇപ്പം ഓക്സിജൻ ഒരു ബ്രാൻഡാണ്. ഒരു ഓൺട്രപ്രണർ, ഇപ്പം നമ്മുടെ ഇൻ്റർവ്യൂ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സംസാരം കേൾക്കുന്ന ഒരു ഓൺട്രപ്രണർ പലപ്പോഴും ഈ ബ്രാൻഡ് എങ്ങനെ വളർത്തണമെന്ന് അറിയാതെയായിരിക്കും നിൽക്കുന്നത്. ആഗ്രഹം ഉണ്ടാകും. ഇപ്പോൾ ഷിജോ ചേട്ടൻ ഒരു ബ്രാൻഡ് വളർത്തി അതിൽ നിന്ന് കച്ചവടം കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം ആരെങ്കിലും എവിടെ നിന്നാണ് ഫോൺ മേടിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഓക്സിജനിൽ നിന്നാണ് മേടിക്കുന്നതെന്ന് പറയുമ്പോൾ അതൊരു ബ്രാൻഡാണ്. ഈ ഒരു ബ്രാൻഡ് ഡെവലപ്മെൻറ്റ് എങ്ങനെയൊരു സാധാരണ സംരംഭകന് ചെയ്ത് തുടങ്ങാം? ഒന്ന്, ബ്രാൻഡ് ബിൽഡിങ് വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവ് വളരെ ഇമ്പോർട്ടൻ്റ്. ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ പ്രോഡക്ട്സ് വെച്ച് 10 രൂപയ്ക്ക് കുറേ പ്രോഡക്റ്റ് വാങ്ങി 11 രൂപയ്ക്ക് വിൽക്കുക എന്നുള്ള റീറ്റെയിൽ സങ്കല്പത്തിനപ്പുറം ഒരു ബ്രാൻഡിൻ്റെ കുടക്കീഴിൽ, അംബ്രല്ലയുടെ കീഴിലാണ് പ്രൊഡക്റ്റുകളെല്ലാം വരുന്നത് അല്ലേ. ബ്രാൻഡാണല്ലോ പ്രധാനമായിട്ടും അംബ്രല്ലയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ബ്രാൻഡ് അന്ന് ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാനൊക്കെ ദിവസങ്ങളോളം ഒരു ആർട്ടിസ്റ്റോട് ഇരുന്നിട്ട് ഞങ്ങളുടെ ലോഗോ ഡിസൈൻ ചെയ്തത്. ഞാൻ തന്നെ പേഴ്സണലി ദിവസങ്ങളോളം രാത്രിയും പകലും ഇരുന്നിട്ടാണ് ഓക്സി എന്നുള്ള ലോഗോ അന്ന് ഈ പറയുന്ന പോലെ അതിൻ്റെ കളർ പാറ്റേണും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ബിൽഡ് ചെയ്തെടുത്തത്. പിന്നീട് ഈ ബ്രാൻഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് ബ്രാൻഡിൻ്റെ ഒരു ആത്മാവുണ്ടല്ലോ, ഒരു സോളുണ്ട്, സോൾ ഓഫ് ദി ബ്രാൻഡ്. അത് എന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടർ, ബ്രാൻഡിൻ്റെ ക്യാരക്ടറാണ്. അപ്പം ആ ക്യാരക്ടർ മിസ് ചെയ്യാതെ എല്ലാ സ്ഥലത്തും നോക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. ചില സമയത്തൊക്കെ പരസ്യം ചെയ്യുമ്പോൾ എനിക്ക് തന്നെ കുറ്റബോധം തോന്നാറുണ്ട്, നമ്മുടെ ബ്രാൻഡിൻ്റെ സോള് വിട്ട് പോകുന്നുണ്ടോ. അമിതമായ ഓഫറുകൾ, കാര്യങ്ങളൊക്കെ മാർക്കറ്റ് കോമ്പറ്റീഷൻ കാരണം നമുക്കും പറയേണ്ടി വരികയാണ്. ഓഫറുകളിൽ ഭയങ്കരമായിട്ട് മുങ്ങിക്കളിക്കുകയാണല്ലോ ഇപ്പം ഞങ്ങളുടെ ഇൻഡസ്ട്രിയെല്ലാം.
ഒരാൾ 50% ഇടുമ്പോൾ അടുത്ത ആൾ 60%. നമുക്ക് ഇതിടുമ്പോൾ ഞാൻ നിങ്ങളുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ നമ്മുടെ ബ്രാൻഡിൻ്റെ സോളിൽ നിന്ന് നമ്മൾ മാറിപ്പോകരുത്. കാരണം നമ്മൾ അതല്ലല്ലോ ബ്രാൻഡ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ടിൽ മാത്രമല്ലല്ലോ നമ്മളുടെ അടുത്ത് കസ്റ്റമേഴ്സ് വരുന്നത്, ട്രസ്റ്റാണ്. അപ്പോൾ അത് എപ്പോഴും അതിലൂന്നൽ കൊടുത്താൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ബ്രാൻഡിൻ്റെ സോളിനനുസരിച്ചിട്ടാണല്ലോ നമ്മുടെ ഓരോ ആക്ടിവിറ്റിയും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. കസ്റ്റമർ സ്റ്റോറിലേക്ക് വരുമ്പോൾ മുതലുള്ള പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഈ ബ്രാൻഡിൻ്റെ ക്യാരക്ടറാണ് അല്ലേ കാണിക്കുന്നത്. നമ്മുടെ ഐഡൻറ്റിറ്റിയാണ്, നമ്മുടെ ഒരു ഫിലോസഫിയാണ് ബ്രാൻഡിൻ്റെ ഫിലോസഫി. അപ്പം അതിലൊക്കെ നമ്മൾ പലയിടത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടി വരും. ഇപ്പം ഞങ്ങൾ തന്നെ ഓക്സിജൻ കെയർ എന്നുള്ള പേരിൽ ആദ്യത്തെ സ്റ്റോർ മുതൽ തന്നെ അന്നൊന്നും അങ്ങനൊരു സംവിധാനമില്ല. ഷോറൂമിനോടനുബന്ധിച്ചൊരു സർവീസ് സെൻ്റർ നമ്മളങ്ങ് തുടങ്ങി, ഓക്സിജൻ കെയർ. ഫസ്റ്റ് സ്റ്റോർ മുതൽ തന്നെ അതുണ്ട്. അതിൽ മാൻ പവർ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ നടത്തിയിരിക്കുന്നത്. അന്ന് അങ്ങനെ ഒരു സംവിധാനമില്ല. കാരണം ബ്രാൻഡുകളാണ് ആക്ച്വലി വാറണ്ടി കൊടുക്കുന്നത്. അപ്പോൾ ഓക്സിജൻ വീണ്ടും ഒരു സർവീസ് സെൻറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ബ്രാൻഡുകളിലേക്ക് നേരിട്ട് ബ്രാൻഡ് സർവീസ് സെൻ്ററിൽ കസ്റ്റമർക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, ഹെസിറ്റേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി പിടിക്കാനായിട്ടാണ് ആദ്യത്തെ സ്റ്റോർ മുതൽ ഇപ്പോഴത്തെ സ്റ്റോർ വരുന്നത്. അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരു പീസ് ഓഫ് മൈൻഡ് നമ്മളോട് കൊടുക്കേണ്ടതായിട്ടുണ്ടല്ലേ. നമ്മളെ വിശ്വസിച്ചിട്ടാണ് അവർ ആ പ്രൊഡക്റ്റ് എടുത്തിരിക്കുന്നത്. അപ്പം എന്ന് പറയുന്നതിൽ കുറേ കാര്യങ്ങൾ ഈ കസ്റ്റമർ ഫസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ. കസ്റ്റമറാണ് മുഖ്യ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത്. അപ്പം അതിനനുസൃതമായിട്ട് എല്ലാം. അപ്പം ബ്രാൻഡിങ്ങിനകത്ത് അത്തരം സ്വഭാവങ്ങളാണല്ലോ വരേണ്ടത് അല്ലേ. നമ്മുടെ എന്താണോ നമ്മൾ ഈ ബിസിനസ്സിൽ നമ്മുടെ കോർ ഫിലോസഫി ആയിട്ട് വെച്ചിരിക്കുന്നത് അതുതന്നെയാണ് ബ്രാൻഡിങ്ങിൽ വരേണ്ടത്. ബ്രാൻഡിങ്ങിൻ്റെ സോളായിട്ട് മാറണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് വിട്ടുപോയി കമ്പോളത്തിലെ മത്സരത്തിൽ ചിലപ്പോൾ അത് വിട്ടുപോകാതിരിക്കാൻ എപ്പോഴും സൂക്ഷിക്കുകയും ചെയ്യണം. അത് പലപ്പോഴും ഞാൻ നമ്മുടെ ടീമിൽ ഇന്റേണലി പറയാറുണ്ട്, നമ്മൾ അതിൽ നിന്ന് വിട്ടുപോകരുതെന്ന്. ഈ പഴയ ഒരു KSUക്കാരൻ്റെ വീറും വാശിയൊക്കെ ഇപ്പോഴും സംസാരത്തിലുണ്ട്. കാരണം കുറേ പൊസിഷനിലൊക്കെ ഇരുന്ന ഒരാളാണ് രാഷ്ട്രീയത്തിലേക്ക്, നമ്മുടെ സ്റ്റുഡൻസ് രാഷ്ട്രീയത്തിൽ. ഇപ്പോൾ രാഷ്ട്രീയത്തിലുണ്ടോ? ഇല്ല, രാഷ്ട്രീയത്തിലില്ല. ഞാൻ ഇപ്പൊ എന്റെ രാഷ്ട്രീയം ബിസിനസ് ആണല്ലോ. എന്റെ ഫിലോസഫിയും എന്റെ രാഷ്ട്രീയം എല്ലാം ബിസിനസ്സാണ് നമ്മുടെ രാഷ്ട്രീയം. ബിസിനസ്സിനകത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. ബിസിനസ്സിനകത്തൊരു രാഷ്ട്രീയം ഉണ്ടല്ലോ. കാരണം നമ്മൾ ഒത്തിരി ആളുകളുമായിട്ട് ഇടപഴകുന്നുണ്ട്. ബിസിനസ്സിനകത്തൂടെ നമുക്ക് കുറേ ആളുകളെ നമുക്ക് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും സഹായിക്കാൻ പറ്റുന്നുണ്ടല്ലേ. ബിസിനസ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം നമുക്കുള്ളത് കൊണ്ടാണല്ലോ അത് സാധിക്കുന്നത്. അപ്പം ഇത് നന്നായി ആസ്വദിച്ച് ഇതിൻ്റെ ഒരു ക്രിയാത്മകതയൊക്കെ നമ്മൾ നന്നായിട്ട് ആസ്വദിക്കുന്നത് കൊണ്ട് മറ്റൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ലല്ലോ. എല്ലാവർക്കും ഓരോ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു കമ്പം ഉണ്ടാക്കും. ഈ മൊബൈലൊക്കെ കൊണ്ടുനടക്കുമ്പോൾ ഷിജോച്ചേട്ടൻ അങ്ങനെ വലിയ മൊബൈലൊന്നും കൊണ്ടുനടക്കാറില്ല. ചിലപ്പോൾ ഇപ്പം കുറച്ച് വലിയ മൊബൈലൊക്കെ ആയി. ഫ്രീ കിട്ടുന്ന കമ്പനികൾ കാശ് കൊടുത്ത് വാങ്ങുന്നതല്ല, ഉപയോഗിക്കാൻ ഓരോ മോഡൽ കമ്പനിക്കാർ തരുന്ന. അത് തന്നെയല്ല ഷിജോച്ചേട്ടൻ പറയുന്നതായിരിക്കും, ആൾക്കാർ നോക്കൂലോ ഷിജോയുടെ കയ്യിൽ ഏതാ ഫോൺ നോക്കുമല്ലോ. അങ്ങനെ കമ്പം ഇല്ല. അങ്ങനെ വലിയൊരു ബ്രാൻഡ് കോൺഷ്യസ് ഒന്നുമല്ല, ഒട്ടുമല്ല. രണ്ടാമത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറൊക്കെ ഏത് വേണമെങ്കിലും വാങ്ങാം. അങ്ങനെ ഒരുപാട് കാറും എന്തിനോടാ ഇഷ്ടം? അല്ല, ബിസിനസ്സാണ് നമ്മുടെ കാറൊന്നുമല്ല മുഖ്യ താല്പര്യം. മറ്റു കാര്യങ്ങളൊക്കെ എന്താ പറയുന്നത്, അങ്ങനെ അതിനോടൊന്നും കമ്പമില്ല. എല്ലാം ഇങ്ങനെ കാണുന്നു എന്നുള്ള അല്ലാതെ നമുക്ക് അത് കിട്ടണം, അത് വേണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയില്ല. ഏത് സാഹചര്യമായിട്ട് നമുക്ക് കംഫർട്ടബിൾ ആകും. നമുക്കിപ്പം വലിയ വണ്ടിയാണെങ്കിലും ചെറിയ വണ്ടിയാണെങ്കിലും എല്ലാം നമ്മുടെ ഉപയോഗം നടക്കുക എന്നുള്ളതാണല്ലോ. ജീവിത സാഹചര്യങ്ങളിൽ ഏതാണോ വേണ്ടത് ആ സമയത്ത് അത് ആയിട്ട്. ഈ ജീവിത സാഹചര്യം തുടങ്ങിയപ്പോൾ ഏത് വണ്ടിയായിരുന്നു? ഞാൻ ആദ്യം വാങ്ങിയ വണ്ടി കവാസാക്കിയുടെ ഒരു സെക്കൻഡ് ഹാൻഡ് കവാസാക്കി KB100 എന്ന് പറഞ്ഞൊരു ബൈക്കാണ്. കവാസാക്കി KB100. അന്ന് 8000 രൂപയ്ക്കാണ് ആ ബൈക്ക് ഞാൻ മേടിച്ചത്. 8000 രൂപ. ഇപ്പം ഏതാ ഉപയോഗിക്കണേ? അല്ല, പിന്നെ വന്നത് വെൽഫെയർ എന്ന് പറഞ്ഞ വണ്ടിക്കാണ്. വണ്ടിയൊക്കെ കുറെ ഉണ്ടെന്ന്. പക്ഷെ അത് കമ്പം ഉണ്ടായിട്ടില്ല, ഓരോ നല്ല യാത്ര ഉള്ളതുകൊണ്ട് അങ്ങനെ എടുത്താണ്. പല ആളുകളും എംപ്ലോയീസിനെ എടുക്കും, ഒരുപാട് പേരെ എടുക്കുന്നുണ്ട്, ഒരുപാട് പേരെ പറഞ്ഞു വിടുന്നുണ്ട്. ഇപ്പൊ പലരും എടുത്ത്, ഇപ്പൊ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഓൺട്രപ്രണേഴ്സാ. ഇവരെല്ലാവരും നമ്മളോട് പറഞ്ഞ ഏറ്റവും വലിയ പ്രശ്നം എംപ്ലോയീസിനെ കിട്ടാനില്ല. കിട്ടുന്ന എംപ്ലോയീസ് പണിയെടുക്കുന്നില്ല. പണിയെടുക്കുന്നവരാണെങ്കിൽ പോലും പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെയുള്ള ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു സൊല്യൂഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറ്, നിങ്ങൾ അവരെ ഒരു ഫാമിലി ആയിട്ട് കാണുക, അവർക്ക് ട്രെയിനിങ്സ് കൊടുക്കുന്നൊക്കെ. ഒരു എംപ്ലോയിക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് എത്രത്തോളം അവരുടെ വർക്കിനെ ബാധിക്കുന്നുണ്ട്? അല്ല, അത് ഉറപ്പായിട്ടും ട്രെയിനിങ് അത്യാവശ്യമാണ്. കാരണം എന്താണ് അവരുടെ റോൾ എന്നുള്ള അവർക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മളിപ്പോൾ ഒരാൾ വരുമ്പോൾ ഒരു കെയർ ഉണ്ടായിരിക്കണമല്ലോ. അവരൊരു കീ റെസ്പോൺസിബിലിറ്റി ഏരിയ എന്തൊക്കെയാണ്, ഏതൊരു തസ്തികയിൽ വരുന്ന ഒരാളാണെങ്കിലും നമ്മളൊരു കെയറെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. അതെ, ഇവിടുത്തെ ആളുകൾക്ക് അറിയില്ല. അല്ല, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്തൊക്കെയാണ് നിങ്ങളുടെ കീ റെസ്പോൺസിബിലിറ്റീസ് ഏരിയ. അത് നമ്മൾ
സാധിക്കുമെങ്കിൽ പ്രിൻ്റ് എടുത്ത് കൊടുത്ത് അതിനെക്കുറിച്ച് നല്ലൊരു അതിനെക്കുറിച്ച് അവരുടെ ജോലി എന്തൊക്കെയാണ് അവർ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളതിനകത്ത് ഒരു കെയറെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. പിന്നീട് അതിന് അവർക്ക് സ്കില്ലില്ലെങ്കിൽ അവർക്ക് ട്രെയിൻ ചെയ്ത് അവരെ അപ്ഗ്രേഡ് ചെയ്യണം. ആ പർട്ടിക്കുലർ കാര്യത്തിന് ഇപ്പം ഫ്രഷേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അത് അറിയുന്നുണ്ടാകത്തില്ല. ഇപ്പോൾ പുതിയൊരു സോഫ്റ്റ്വെയറുമായിട്ടുള്ള ഇപ്പം അത് ആ പ്ലാറ്റ്ഫോമിലായിരിക്കും അത് ചിലപ്പോൾ ഒന്ന് ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ ട്രെയിനിങ് ആവശ്യമായിട്ട്. പിന്നുള്ളത് അവരുടെ ഒരു നമ്മൾ റിവ്യൂ സിസ്റ്റമാണ്. നമ്മളൊരു കെയറെ ഫിക്സ് ചെയ്യുന്നു, അവരെ അതിൽ എക്യുപ്ഡ് ആക്കുന്നു, പിന്നെ ഇവർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നതാണ് റിവ്യൂ. ഈ റിവ്യൂ സിസ്റ്റമാണ് പലപ്പോഴും ഇപ്പം ഞങ്ങൾക്കടക്കം പലപ്പോഴും മിസ്സാകുന്നതാണ്. ഇവിടെ ഞാനിതൊക്കെ വാചകടിക്കുമ്പോഴും എനിക്ക് മിസ്സാകുന്ന ഒരു കാര്യമാണ്. വളരെ നിങ്ങൾ നമ്മുടെ സഹോദരന്മാരാണ്ട് ഞാൻ പറയുന്നത് ഈ വാചകടിക്കുന്ന എനിക്ക് മിസ്സാകുന്നതാണ്. നമ്മൾ റിവ്യൂവിൽ ചിലപ്പം ഫെയിലിയറായി പോകും. ആ റിവ്യൂ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര ഗംഭീരമായിട്ട് പെർഫോം ചെയ്യണമെന്ന് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. പക്ഷെ അതിന് റിവ്യൂ വെച്ചില്ല. നമ്മൾ ആളെ എടുത്തു, എന്താ ചെയ്യേണ്ടതെന്നെല്ലാം വ്യക്തമായി പറഞ്ഞു കൊടുത്തു, ട്രെയിനിങ്ങും കൊടുത്തു. അതിനുശേഷം ഈ വ്യക്തി അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ. അത് പീരിയോഡിക്കൽ റിവ്യൂ തന്നെ വേണം. വല്ലപ്പോഴും മാസത്തിലൊന്ന് വിളിച്ച് റിവ്യൂ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഓരോ തസ്തികയ്ക്ക് അനുസരിച്ചിട്ടുള്ള റിവ്യൂ സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്യണം. ആ റിവ്യൂ സിസ്റ്റം കൂടെ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പെർഫോമൻസ് വരും. പിന്നെ നമ്മൾ പറയുമല്ലോ, ഒരിക്കലും പ്രഷറല്ല പ്ലഷറാണ് അവനനുഭവിക്കേണ്ടത്. ഒരു ജോലി സ്ഥലത്തു നിന്ന് പ്ലഷറോടുകൂടി വലിയ ദൗത്യങ്ങൾ ചെയ്ത് വൈകുന്നേരം തിരിച്ചു പോകുന്ന, പിറ്റേ ദിവസം ഇങ്ങോട്ട് വരാൻ ആവേശം കൊള്ളുന്ന ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നത്. എനിക്കൊന്നും പൂർണ്ണമായിട്ട് സാധിച്ചിട്ടില്ല. ഞാനിതൊന്നും പൂർണ്ണമായി ഞാൻ ചെയ്തിട്ട് പറയുന്നതല്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ എല്ലാ ആളുകളും പ്ലഷറോടുകൂടി വർക്ക് ചെയ്യണം, പ്രഷറോട് വർക്ക് ചെയ്യരുത്. പക്ഷെ ആഗ്രഹമാണ്, ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ മനസ്സിലതുള്ളതുകൊണ്ട് നമ്മൾ ശ്രമിച്ച് എന്തെങ്കിലും അവിടെ എത്തുമല്ലോ. അവസാനത്തെ ആൾ സന്തോഷവാന്മാരാകുന്നുണ്ട്. അതാണല്ലോ. നമ്മൾ ആദ്യം ബ്രാൻഡിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഒരു ബ്രാൻഡ് ഡെവലപ്പായി വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബ്രാൻഡിങ് സൈക്കോളജിയെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഒരു ബ്രാൻഡ് അംബാസഡർക്ക് എന്തോരം പ്രസക്തിയുണ്ട് ഒരു ബ്രാൻഡിന്റെ ഡെവലപ്മെന്റ്? ദുൽഖറാണ് ബ്രാൻഡ് അംബാസഡർ, അപ്പോൾ പറഞ്ഞേ പറ്റൂ. അതെ, ദുൽഖറാണ്. അതെ ദുൽഖറുണ്ട്, മമിത, അവർ രണ്ടുപേരുണ്ട്. ദുൽഖർ ഞങ്ങൾ നല്ലൊരു ചോയ്സ് ആയിരുന്നു. കാരണം അന്ന് ഒരു 4 വർഷത്തോളമായി. ഇപ്പം അന്ന് ഈ ഡിജിറ്റൽ പ്രോഡക്റ്റുകളാണ് നമ്മൾ ഡീൽ ചെയ്യുന്ന. ഡിജിറ്റൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇതുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള, ഇതിനകത്ത് എക്സ്പെർട്ടൈസ് ഉള്ള ഒരാൾ തന്നെ, ഒരു സിനിമാ നടൻ എന്നുള്ളതിലുപരി ആക്ച്വലി ദുൽഖർ ഒരു ഡിജിറ്റൽ എക്സ്പേർട്ടും കൂടെയാണ്. അതെ, ദുൽഖറും അദ്ദേഹത്തിൻ്റെ പിതാവും ഒക്കെ ഡിജിറ്റൽ എക്സ്പേർട്സ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഒരു യൂത്ത് ഐക്കണാണല്ലോ. അപ്പം ഞങ്ങൾ അങ്ങനെ പിന്നെ ഒരു ഹെയ്റ്റേഴ്സ് ഒന്നുമില്ല. അപ്പം നമ്മൾ ആ ബ്രാൻഡ് അംബാസഡറെ ചൂസ് ചെയ്തപ്പോഴും ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. ഒരു താരമൂല്യത്തിനപ്പുറം നല്ലൊരു ഹ്യൂമൻ ആയിരിക്കണം, നല്ല അഭിപ്രായം ഉണ്ടായിരിക്കണം ആളെക്കുറിച്ച്, ആൾക്ക് നമ്മുടെ മേഖലയുമായൊരു ബന്ധം ഉണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങളും ആപ്റ്റായിട്ട് വന്ന ഒരു ആളാണ് ദുൽഖർ. ഈ 3 കാര്യങ്ങൾ. 25 വർഷമായി നമ്മൾ ഓക്സിജൻ. ഈ 25 വർഷത്തിൽ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുമ്പോൾ ഇപ്പം ചില ബ്രാൻഡുകളൊക്കെ പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ബ്രാൻഡ് തുടങ്ങുമ്പോൾ തന്നെ ഒരു ബ്രാൻഡ് അംബാസിഡർ എടുക്കും. ചിലപ്പോൾ ഒരു പരിധി വരെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ ഇവരുടെ ഷോപ്പിലേക്ക് വരുമ്പോൾ ഇത്രയും ഓളമൊന്നും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഓളോ അല്ലെങ്കിൽ ഹോർഡിങ്ങിൽ കാണുന്ന ഈ കളർഫുൾ ഫോട്ടോഷൂട്ടൊന്നും ആയിരിക്കില്ല ഷോപ്പിലേക്ക് വരുമ്പോൾ റിയാലിറ്റി. അപ്പോൾ നമ്മൾ ഏത് ഘട്ടത്തിലാണ് ഒരു ബ്രാൻഡ് അംബാസിഡറിലേക്ക് എടുത്ത് മൂവ് ചെയ്യുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്? ഞങ്ങളൊരു ഫാസ്റ്റായിട്ടുള്ള എക്സ്പാൻഷനിലേക്ക് പോകുന്ന സമയത്താണ് കാരണം പുതിയ മാർക്കറ്റിലേക്ക് ചെല്ലുമ്പം പരിചയപ്പെടുത്താൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. നമ്മുടെ ബ്രാൻഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പുതിയ ന്യൂ മാർക്കറ്റ്സിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ആ സമയത്താണ് നമ്മൾ അങ്ങനെ എടുത്തത്. അത് ഒരു മാസത്തിലേക്ക് പോകും. അപ്പോൾ അത് ഗുണകരമായി വന്നിട്ടുണ്ട്, ഫലപ്രദമായിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നതനുസരിച്ചിരിക്കും. അതെ, ഉറപ്പായിട്ടും. പല കൺഫ്യൂഷനാണ്, ബ്രാൻഡ് അംബാസഡർ എടുക്കണോ? അല്ല, അതിപ്പോഴും ഒരു ഡിബേറ്റബിൾ സബ്ജക്റ്റ് ആണ്. എടുക്കാതെ എത്രയോ ബിഗ് ബ്രാൻഡുകളുണ്ട്. ബ്രാൻഡ് അംബാസഡർ ഇല്ലാതെ എത്രയോ. ആപ്പിൾ നമ്മൾ ബ്രാൻഡ് അംബാസഡർ ഇതുവരെ നോക്കാലോ. അതെ, നിങ്ങൾ രണ്ടുപേരും അല്ലേ ബ്രാൻഡ് അംബാസഡർ? അതെ. അപ്പോൾ ബ്രാൻഡ് അംബാസഡർ ഇല്ലാത്ത എത്രയോ ബിഗ് ബ്രാൻഡുകളുണ്ട്. അതിപ്പോഴും ഡിബേറ്റബിൾ സബ്ജക്റ്റ്. ഓരോ ആവശ്യങ്ങൾ ഓരോ സമയത്തെ വരുന്നതനുസരിച്ചാണല്ലോ. ആപ്പിളിന്റെ ബ്രാൻഡ് അംബാസഡർ ഒരു ലോഗോയാണ്. അതെ. പുറമേ നിന്ന് ഒരാൾ നോക്കുമ്പോൾ ഓക്സിജൻ എന്നുള്ള ലോഗോ മാത്രമേ പുറത്തേക്ക് പെട്ടെന്ന് അറിയുള്ളൂ. ബ്രാൻഡിന്റെ വലിപ്പം അറിയാം, ദുൽഖറിനെ അറിയാം. പക്ഷെ ടോട്ടൽ ഒരു ബ്രാൻഡ് നോക്കുമ്പോൾ ടോട്ടലായിട്ട് ആ ബ്രാൻഡിനെ കുറിച്ചൊന്ന് പറയാമോ? എത്ര എത്തി നിൽക്കുന്നു ഓക്സിജൻ? ഞങ്ങളുടെ ഇപ്പം ഈ വർഷമൊക്കെയാണ് 1000 കോടിയാണ് ഞങ്ങൾ ചെയ്ത ബിസിനസ്. 1000 കോടിക്ക് മുകളിൽ. അടുത്ത വർഷങ്ങൾ 2000 കോടിയാണ് പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതാണ്. എത്ര ഷോപ്പും കൂടെ വരും? ഷോപ്സ് ഞങ്ങളിങ്ങനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്നാലും ഏറ്റവും സ്ട്രാറ്റജിക് ആയ ലൊക്കേഷൻസിൽ നമ്മുടെ ഷോറൂംസ് വരും. ഈ സ്ഥലം ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഓക്സിജൻ നോക്കുന്നത്?
ഒന്ന് വിസിബിലിറ്റിയാണ് ഓഫ് കോഴ്സ്. ആ ആളുകൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം നമ്മുടെ ബിൽഡിങ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ. പിന്നെ പാർക്കിങ് നമ്മൾ നോക്കും. ഇന്നത്തെ കാലത്ത് പാർക്കിംഗ് ഇല്ലാതെ ബിസിനസ് നടക്കത്തില്ല. ഈ വിസിബിലിറ്റി തന്നെ പലരും പല രീതിയിലാണ് നോക്കുന്നത്. അപ്പം ഇപ്പം ചില ബിൽഡിങ്സ് മേജർ ടൗണിൽ നിന്ന് കുറച്ച് മാറിയാണെങ്കിൽ ഹൈ വിസിബിലിറ്റി ആയിരിക്കും. ഫ്രണ്ടേജ് നമ്മൾ നോക്കും, എത്ര ഫീറ്റ് ഫ്രണ്ടേജ്. അതിനായിട്ട് റീറ്റെയിൽ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, റീറ്റെയിലിനകത്ത് ഫ്രണ്ടേജും ഒക്കെ ഒരു വാല്യൂ കിട്ടും നമുക്ക്. അത്രയും കൂടെ ആളുകളെ ഒരു വിസിബിലിറ്റി ഹൈ ആകുകയാണല്ലോ. കംഫർട്ടബിളായിട്ട് ആളുകൾക്ക് അതിലേക്ക് പ്രവേശിക്കാൻ പറ്റണം. അപ്പം ഹൈ വിസിബിലിറ്റി ഉള്ളൊരു സ്ഥലത്തൊരു ബിൽഡിംഗ് ഇരിക്കുകയെന്ന് വെച്ചു, ചിലപ്പോൾ ഒരു 4 കൂടിയ ജംഗ്ഷൻ ആയിരിക്കും, ട്രാഫിക് സിഗ്നലായിരിക്കും, ഈസി ആയിട്ട് കയറാൻ പറ്റില്ലായിരിക്കാം അല്ലേ. അപ്പോൾ അത് എന്ന് കരുതി അത് സ്ട്രാറ്റജി ലൊക്കേഷൻ ആകണം എന്നില്ല. വിസിബിലിറ്റി ഹൈ ആണെങ്കിലും വിസിബിലിറ്റി ഹൈ ആയിരിക്കുകയും ഈസി ആക്സസ് ഉണ്ടാകുകയും കംഫർട്ടബിളായിട്ട് പാർക്ക് ചെയ്യാനും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊരു നല്ല ചോയ്സ് ആയിരിക്കും. പിന്നെ റെന്റ് നോക്കണം. റെന്റ് നമുക്ക് അഫോർഡബിൾ അല്ലേ, തീർന്നല്ലോ. അതെ, നമ്മൾ ടൗണിന് നടുക്കെടുക്കണം ആഗ്രഹമുണ്ട്, റെന്റ് കൊടുക്കാൻ 50,000 രൂപ ഉള്ളെങ്കിൽ കാര്യമില്ലല്ലോ. പുതിയ മൊബൈൽ ഷോപ്പ് വാങ്ങുന്ന ആൾക്കാരെല്ലാം സെയിൽസിലായിരിക്കും നോക്കുന്നത്, നിങ്ങൾ പർച്ചേസിലായിരിക്കും. അവരുടെ എന്തെങ്കിലും ഒരു ഉപദേശം പറയാനുണ്ടോ? പർച്ചേസും സെയിലും ഒക്കെ വെച്ചിട്ട് ഇനി പുതിയൊരു കട തുടങ്ങുന്ന ആൾക്കാരെ സ്വാഗതം ചെയ്തെന്ന് പറഞ്ഞു, കോമ്പറ്റീറ്ററാണ്, എന്നാലും അവർക്കൊരു ഉപദേശം കൊടുക്കാൻ പറ്റുമോ? 100%. ഞങ്ങൾ കോമ്പറ്റീഷൻ ഒരു പാക്കയില്ല, കൊളാബറേഷൻ. നമ്മൾ ആരുമായിട്ടും കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് ആശയപരമായിട്ടേ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിലും ഷെയർ ചെയ്യുന്ന നല്ലതാണല്ലോ. അപ്പോൾ ഒന്ന് ഈ ബ്രാൻഡുകളുമായിട്ടുള്ള മാനുഫാക്ചേഴ്സ് അതിലൊരു കീ ഫാക്ടറാണ്. അപ്പം നമ്മൾ മാനുഫാക്ചേഴ്സുമായിട്ടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഞങ്ങളെയൊക്കെ വളർത്തുന്നതിൽ മാനുഫാക്ചേഴ്സിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഓരോ കാലഘട്ടത്തിലും മാനുഫാക്ചേഴ്സ് തന്നൊരു പിന്തുണ, അവർ പ്രോഡക്ട്സ് എത്ര സ്കീമിൽ നമുക്ക് തരുന്നു, അവർ തരുന്ന ക്രെഡിറ്റ് ഫെസിലിറ്റി, ഇതൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മളെപ്പോൾ ആളൊക്കെ വളരുന്നത്, പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ മാനുഫാക്ചേഴ്സുമായിട്ടുള്ള ബന്ധം വളരെ ക്രിട്ടിക്കലാണ്. പിന്നെ ഞാൻ പറയണ്ടല്ലോ കസ്റ്റമറുമായിട്ടുള്ള ബന്ധം. ഇപ്പോൾ ഇതിൽ ഒരു ഓണർ ഡ്രിവൺ ആയിട്ടുള്ള, ഇപ്പം ഞങ്ങളുടെ പല ബ്രാഞ്ചുകളുള്ള സ്ഥലങ്ങളിലും ഞങ്ങളുടെ മുഖ്യ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ ഞങ്ങൾ ലോക്കൽ ഹീറോ എന്ന് വിളിക്കും. ആ നാട്ടിലെ ഉടമസ്ഥൻ തന്നെ ഇരുന്ന് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് സ്റ്റോർ ആയിരിക്കും. അതിൻ്റെ അഡ്വാൻറ്റേജ് ഈ ഉടമസ്ഥന് എല്ലാ ആളുകളുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടാകും, കസ്റ്റമറുമായിട്ട്. അതൊരു വലിയ അഡ്വാൻറ്റേജാണ്. അങ്ങനെ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഡയറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഷോപ്പുകൾക്ക് ഏത് വലിയ ലാർജ് ഫോർമാറ്റ് സ്റ്റോർ വന്നാലും പിടിച്ചു നിൽക്കാൻ പറ്റും. കാരണം കസ്റ്റമർ ബേസ് അവർക്കുണ്ട്. പ്രൊവൈഡഡ് അവർ ബൈയിങ് അവരുടെ കൂട്ടണം. അപ്പോൾ എന്താണ്, സ്കെയിലപ്പ് ചെയ്യണം അവർ. ചിലപ്പോൾ ഒരു സ്റ്റോർ എന്നുള്ളത് ബ്രാഞ്ചുകൾ ചിലപ്പോൾ പ്ലാൻ ചെയ്യേണ്ടി വരും. അല്ല, ഞങ്ങളൊക്കെ അങ്ങനെ വന്നവരാണ്. ഞങ്ങളൊരു സ്റ്റോർ, ഞാൻ ഇത്ര സ്റ്റോർ ഇടാൻ ആലോചിച്ച് ബിസിനസ്സിൽ വന്നതല്ലോ. ഒരു സ്റ്റോർ ജീവിക്കാൻ വേണ്ടി നമ്മൾ ഇട്ട് തുടങ്ങിയതാണ്. നമുക്ക് സ്വന്തം എന്താ പറയുന്നത്, ഒരു ജോലിക്ക് പകരം ഒരു വരുമാന മാർഗം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ബിസിനസ് തുടങ്ങുന്നത്. ഒരു സ്റ്റോർ, അതിൽ നിന്നും എനിക്ക് മാസം ഒരു വരുമാനം കിട്ടണം, ജീവിക്കണം, ഇത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷെ പിന്നെ നമ്മൾ സ്കെയിലപ്പ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ് സ്കെയിലപ്പ് ചെയ്യുന്നത്? നമുക്കറിയാം മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു എന്താ പറയുക ലാർജർ ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ വരുന്ന സമയത്ത് നമ്മളാ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ചിലപ്പോൾ ഒരു ഭീഷണി വരാം. അപ്പം നമ്മൾ സ്കെയിലപ്പ് ചെയ്യണം. സ്കെയിലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പർച്ചേസിങ് പവർ കൂടും, കമ്പനികളുമായിട്ട് ബെറ്റർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും, കുറച്ചൊരു ബെറ്റർ പ്രൈസ് നമുക്ക് പ്രൊഡക്റ്റുകൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഓഫർ കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ചൊരു ബെറ്റർ ആവും, ക്യാഷ് ഫ്ലോ ബെറ്റർ ആവും, അല്ലേ? തീർച്ചയായും. ഇതെല്ലാം ആ സ്കെയിലപ്പ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്ത് നന്നായി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഭംഗിയായിട്ട് ഡെവലപ്പ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ്. കാരണം ഞാൻ ഇതിനകത്തൊരു ഇത്രയും ചെയിൻ സ്റ്റോർ ഇടാനായിട്ട് ആലോചിച്ച് തുടങ്ങിയ ഒരാളല്ല, പക്ഷേ ഇടേണ്ടി വന്നതാണ്. കാരണം സർവൈവലിന് വേണ്ടി നമ്മൾ സ്കെയിലപ്പ് ചെയ്യണം. ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നു. സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടി സ്കെയിലപ്പ് ചെയ്യില്ല, സർവൈവലിന് വേണ്ടിയാണ് നമ്മൾ സ്കെയിലപ്പ് ചെയ്യുന്നത്. നമ്മുടെ ബൈയിങ് കൂട്ടിക്കൊണ്ടേയിരിക്കണം. പിന്നെ മാർക്കറ്റ് പൊട്ടൻഷ്യലിനെ കുറിച്ച് നമ്മളിപ്പം ഒരു നാട്ടിലാണെങ്കിൽ പോലും ഈ ഡേറ്റ എടുത്ത് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താ പറയുന്നത്, ഇപ്പോൾ ഇവിടെ ഒരു താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇപ്പം എറണാകുളം സിറ്റിയിലാണ് നമ്മളിരിക്കുന്നത്. ഇപ്പം ഇവിടെ തൃപ്പൂണിത്തുറ തൊട്ടടുത്ത സ്ഥലം. ഇപ്പോൾ തൃപ്പൂണിത്തുറ ഒരു ഷോപ്പ് ഇടുകയാണ്, തൃപ്പൂണിത്തുറ ഒരു മാർക്കറ്റ് പൊട്ടൻഷ്യൽ ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് ഇടുകയാണ് ബെറ്റർ. തൃപ്പൂണിത്തുറ മാർക്കറ്റിൽ എത്ര മൊബൈലുകൾ വിറ്റ് പോകുന്നു, എത്ര ലാപ്ടോപ്പുകൾ വിറ്റ് പോകുന്നു, എത്ര ആക്സസറീസ് അവിടെ അറ്റാച്ച് പോകുന്നുണ്ട്, മൊബൈലിൽ എത്ര പോപ്പുലേഷൻ, ഇതിൻ്റെ എല്ലാം ഒരു ഡേറ്റ ഇന്ന് അവൈലബിൾ ആണെന്നുള്ളതാണ് വാസ്തവം. നമ്മൾ നോക്കി ഒന്ന് പഠിച്ചാൽ മതി. അത് പഠിച്ചിട്ടിടുകയാണെങ്കിൽ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അവിടെ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്താൽ, ഈ മാർക്കറ്റിൽ എനിക്ക് ഇത്ര % ഷെയർ എടുക്കണം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ, ആ ഷെയറിന് വേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി റീറ്റെയിലിൽ അദ്ദേഹം സക്സസ്ഫുൾ ആകും. അങ്ങനെ തുടങ്ങുന്ന ഒരു റീജിയണൽ റീറ്റെയിലർ ആണെങ്കിലും സക്സസ്ഫുൾ ആകും. പിന്നെ ഈ റിലേഷൻഷിപ്പും ഒക്കെ, കസ്റ്റമർ ഒരു ബിസിനസ്സിൻ്റെ ഏത് ഘട്ടം വന്നാലും കസ്റ്റമർ ഫസ്റ്റ് എന്നുള്ളത്
2, ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വളർന്നു കഴിയുമ്പോൾ നമുക്ക് തനിയെ ഇത് എല്ലാം ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് വന്നു കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് ടീമിനെ നമ്മൾ പറയുമല്ലോ ബിസിനസ്സിലൊരു 5S എല്ലാവരും പറയുന്നതാണ് ബിസിനസ്സിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ. ഞങ്ങളെല്ലാം ഇങ്ങനെ അതിലൂടെ കടന്നു പോകുന്നവരാണല്ലോ. അപ്പം ആദ്യ സ്ട്രഗിൾ, ഇപ്പം ഞാൻ തുടങ്ങിയ കവസാക്കി KB100ൻ്റെ കാലഘട്ടം സ്ട്രഗിളിൻ്റെയാണ്. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ആദ്യം ഞാൻ ബസ്സിനാണ് വന്നുകൊണ്ടിരുന്നത് എല്ലാ ദിവസവും. പിന്നീട് ഈ കവസാക്കി KB100 നമ്മൾ ഓടിച്ചു വരുന്നു. മിക്കവാറും പുറകിൽ ഒരാളും കാണും സംഭവം. അതിൻ്റെ പുറകിലൊരു മോണിറ്റർ പിടിച്ചിട്ടുണ്ടാവും ഒരാൾ, പിറ്റേ ദിവസം കൊടുക്കാനുള്ളൊരു കമ്പ്യൂട്ടർ സ്ട്രഗിൾ. അപ്പോൾ അന്ന് P&L പോലും നമ്മൾ നോക്കുന്നില്ലല്ലോ, നമ്മൾ എന്തോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളിങ്ങനെ ഓട്ടത്തിലോടിക്കുക. പിന്നെ നമ്മളൊന്ന് സ്റ്റേബിൾ ആകുന്നു കുറച്ചും കൂടെ, അതായത് ഒരു കസേരയിട്ടിരിക്കുന്നു അല്ലേ, എന്നിട്ട് നമ്മൾ ഒരാളെയൊക്കെ വേണേ ഇരിക്കുന്ന കറങ്ങാത്ത കസേര ഇരിക്കുന്നു. അപ്പോൾ ഒന്ന് സ്റ്റേബിളാണ്. പിന്നെ എന്താണ് നമ്മളൊന്ന് ഒരു സർവൈവലിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് ജസ്റ്റ് നമ്മളൊരു P&Lൊക്കെ ഒന്ന് കണ്ടു തുടങ്ങുന്ന ഒരു സമയം അല്ലേ. സ്റ്റേബിൾ സർവൈവ് ആയി, പിന്നെയല്ലേ സക്സസ് ഉള്ളൂ. പക്ഷേ ഈ സക്സസ് എത്തിക്കഴിയുമ്പോൾ ഒരു സ്റ്റോർ സക്സസ്ഫുള്ളായി, അടുത്താണ് ഞാൻ മുമ്പേ പറഞ്ഞ സ്കെയിൽ. അപ്പോൾ ആ 5ാമത്തെ S നമ്മൾ പിടിക്കാനായിട്ട് തയ്യാറായില്ലെങ്കിൽ ആ സ്റ്റോറിൽ മാത്രമായിട്ട് നമ്മൾ പോകും. അപ്പോൾ ഒരു വലിയൊരു സ്റ്റോർ അപ്പുറത്ത് വരുമ്പോൾ ഒരു പക്ഷേ നമുക്ക് വീണ്ടും സ്ട്രഗിളിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. നമ്മൾ ഈ 5 കയ്യെ പിടിക്കണം, 5 വിരലാണ്. 5 തന്നെ ചിന്തിച്ച് പോയാൽ, ഞാൻ റീറ്റെയിൽ പോയിന്റ് ഓഫ് വ്യൂലാണ്, ഞാൻ റീറ്റെയിലർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പരിമിതമായ അറിവുള്ളൂ, ഇത് ഈ എൻ്റെ മേഖലയെക്കുറിച്ച് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ സ്കെയിൽ ചെയ്യാനായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ബെറ്റർ. ചേട്ടാ, വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള, നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ നമുക്കൊരു കാഷ്വൽ ടോക്ക് എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷനായിരുന്നു. എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇത്രയും ഇൻഫർമേറ്റീവ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതെ അതെ, വളരെയധികം സന്തോഷം. സ്പാർക്കിന്റെ പേരിൽ 2ാമത്തെ തവണയാണ്. ഒരിക്കൽ വന്നപ്പോൾ വളർന്ന കഥയിൽ നിന്നും വ്യത്യസ്തമായിട്ട് 25 വർഷത്തെ ഒരു ചരിത്രം, 25 വർഷത്തെ ഓക്സിജന്റെ ഒരു വളർച്ച, ആ വളർച്ചയിലുണ്ടായിരുന്ന അപ്പ് ആൻഡ് ഡൗൺസ്, എങ്ങനെ സ്കെയിലപ്പ് ചെയ്തു എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അടുത്ത വർഷം നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് 2000 കോടി എന്ന് പറയുന്ന ഫിഗറിലേക്ക് നമ്മൾ എത്തുമ്പോൾ വീണ്ടും നമുക്ക് ഒന്നോടെ ഇതുപോലെ അതെ ഇരിക്കണം. എനിക്കും പ്രത്യേക ഒരു ബന്ധമുള്ളത്, കാരണം ഞാൻ അങ്ങനെ പൊതുവിൽ പബ്ലിക്കിലേക്ക് അങ്ങനെ പോകാൻ താല്പര്യമില്ല. അപ്പം എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ നിങ്ങൾ രണ്ടും വിളിച്ചു. അന്ന് ആദ്യമായിട്ട് ഞാൻ ഈ ഒരു ക്യാമറയുടെ ഫ്രണ്ടിലിരിക്കുന്ന സ്പാർക്കിൻ്റെ ഇൻ്റർവ്യൂവിലാണ്. എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ഇങ്ങനെ ഒരു വിഷ്വൽ രൂപത്തിൽ വന്നത് സ്പാർക്കിലാണ്. ഞങ്ങളോടുള്ള ട്രസ്റ്റ് അല്ലായിരുന്നോ? പിന്നെ 100%. അപ്പൊ സ്പാർക്കില് വീണ്ടും എപ്പോൾ വിളിച്ചാലും നമ്മൾ വരും. സ്പാർക്ക് ഒരു കുടുംബം പോലെയാണല്ലോ. കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒന്നുമില്ലാതെ കോട്ടയത്തേക്ക് വന്നു. കോട്ടയത്ത് വന്ന് ആദ്യം ഒരു വണ്ടി എടുക്കുന്നു, KB100 എടുക്കുന്നു. അവിടെ നിന്ന് ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്നു. പിന്നെ സ്വന്തമായിട്ട് ഓസോൺ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അന്ന് ചെറിയ ജീവനക്കാരായിട്ട് തുടങ്ങുന്നു. ഇന്ന് 2000 പേരിലേക്ക് എത്തി, 1000 കോടിയിലേക്ക് എത്തി, 1000 കോടിക്ക് മുകളിലായി അല്ലേ. ദുൽഖർ സൽമാൻ ബ്രാൻഡ് അംബാസഡറായി, കേരളം ഒട്ടാകെയായി, കേരളത്തിലെ എല്ലാ പ്രധാന ഇടങ്ങളിലുമായി. അടുത്തൊരു 5 വർഷം കൊണ്ട് ശിവചേട്ടൻ ഒരു 100 സ്റ്റോറുകൾ, 5 വർഷമൊന്നും പറയാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ ടേൺ ഓവർ ഓരോ തവണ കാണുമ്പോഴും ഡബിൾ ആവുകയാണ്. അപ്പോൾ 5 വർഷമൊന്നും പറയാനില്ല. വളരെ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് തന്നെ 100ഉം 1000ഉം സ്റ്റോറുകളൊക്കെ ആയിട്ട് മുന്നേറട്ടെ. ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ. താങ്ക് യു സോ മച്ച്. തിരിച്ച് നിങ്ങൾക്കും സംരംഭത്തിന് ഞാൻ എല്ലാ ആശംസകളും നേരുക. കാരണം നമ്മൾ ഒരുമിച്ചല്ലേ വളരുന്നത്. അതെ അതെ അതെ, സംരംഭം നമ്മൾക്കൊരു സ്വന്തം പ്രസ്ഥാനം പോലെ തന്നെയാണല്ലോ. അപ്പം നിങ്ങൾക്കും പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് മുന്നേറാൻ പറ്റട്ടെ. തീർച്ചയായും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു.